യെസ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെക്കോർഡിങ്സ് കാണുന്നവര് റെക്കോർഡിങ്സ് കാണട്ടെ. റൈറ്റ്. സോ നമ്മുടെ ടോപ്പിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ അല്ല മെനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ. നിങ്ങൾ പ്രസിഡന്റ് പഠിച്ചിട്ട് ഗവർണറെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് തോന്നും അല്ലെ. വളരെ എളുപ്പത്തിൽ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാം പ്രസിഡന്റിന് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഗവർണർക്കും ഉള്ളത്. ചില കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ, ആർട്ടിക്കിൾസിലും ചില കാര്യങ്ങൾക്കും. സോ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത് അല്ലെ. അതായത് പ്രസിഡന്റ് പഠിക്കുന്ന സമയത്ത് ഗവർണറും പഠിക്കുക. സോ ദ ഫസ്റ്റ് ടോപ്പിക്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ. പ്രസിഡന്റ് എപ്പോഴും PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ചോദിക്കാറുള്ളത്. ഈ പഠിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മികാന്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരം നൽകാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിക്കാറുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. യെസ്. എന്താണ് മോസിന ടൈപ്പിംഗ്? എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നെ ശ്രദ്ധിക്കുക, ഗ്രൂപ്പിലിടുന്ന പോളുകൾ എല്ലാവരും അറ്റൻഡ് ചെയ്ത് മാർക്ക് പറയണം. കട്ട് ഓഫ് ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു കട്ട് ഓഫ് പറയുന്നുണ്ട്. ഓക്കെ, കട്ട് ഓഫ് ഇപ്പൊ ഒരു 8 മാർക്ക് പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു 6 മാർക്ക് 7 മാർക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ നോ പ്രോബ്ലം, യു ആർ ഓൺ സേഫ്. പക്ഷേ ഒരു 5-ന് താഴെയൊക്കെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ടല്ല പോകുന്നത്. അതാണ് അത് അവിടെ സൂചിപ്പിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിവിഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് അല്ലെ. ആകെ 10 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള തമിഴ്നാട് ഗവൺമെന്റ് അതൊരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം അല്ലെ. തമിഴ്നാട് ഗവൺമെന്റും ഗവർണറും, ആർട്ടിക്കിൾ 200-ഉം ആർട്ടിക്കിൾ 201-ഉം അല്ലെ. റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഗവർണറുടെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ കൺട്രി. അറിയാം, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ആൻഡ് he is considered as the first citizen of India. As an introduction അല്ലെ. The office of the president is established under the article 52 of the Indian Bharanagharana. The president act as a nominal executive head of the state, while the real executive power rests with the prime minister and the council of ministers. നമുക്കറിയാം അല്ലെ, റിയൽ എക്സിക്യൂട്ടീവും നോമിനൽ എക്സിക്യൂട്ടീവും. നോമിനൽ എക്സിക്യൂട്ടീവ് ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. യഥാർത്ഥ പവർ അല്ല, യഥാർത്ഥ പവറും രാജ്യം ഭരിക്കുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ. അതാണ് റിയൽ എക്സിക്യൂട്ടീവ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് അല്ലെ. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഹെഡ് ഓഫ് ദി ഗവൺമെന്റും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും രണ്ടും ടേമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. റൈറ്റ്. നമുക്ക് ഒരു ടേം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലെ. യൂണിയൻ എക്സിക്യൂട്ടീവ്. ഈ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ് വരുന്നത്? ഗിവ് മീ ദി നെയിം അല്ലെ. യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് 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 ഡാഷ്. ആരൊക്കെയാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലെ. യൂണിയൻ എക്സിക്യൂട്ടീവ്. പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് എന്തായാലും വരും അല്ലെ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രസിഡന്റ്, യെസ്. പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, യെസ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട് അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, യെസ്. വൈസ് പ്രസിഡന്റ് ആൻഡ് അറ്റോർണി ജനറൽ അല്ലെ. അറ്റോർണി ജനറൽ ഹു ഈസ് ദി അല്ലെ ഏറ്റവും വലിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോ ഓഫീസർ ഇൻ ദ കൺട്രി, അറ്റോർണി ജനറൽ. സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് അറ്റോർണി ജനറലിന്റെ പേരെന്തായി മാറും അല്ലെ. അറ്റോർണി ജനറലും സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ എന്തായി മാറും? അഡ്വക്കേറ്റ് ജനറൽ. യെസ് അല്ലെ. യെസ്, വെരി ഗുഡ്. അഡ്വക്കേറ്റ് ജനറൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. അഡ്വക്കേറ്റ് ജനറല് സംസ്ഥാനവും അറ്റോർണി ജനറല് ഇന്ത്യ ഉടനീളവും
അല്ല, ഒരാൾ സംസ്ഥാനത്ത് രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ ഒരാൾ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ലോ ഓഫീസറാണ്, മറ്റൊരാൾ ഇന്ത്യയിലെ അല്ലെ ലോ ഓഫീസറാണ്. സോ ഇതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, PSC ചോദിക്കും. അല്ലെ, യൂണിയൻ എക്സിക്യൂട്ടീവിൽ കൺസിഡർ അല്ലെങ്കിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് PSC ചോദിക്കും. യൂണിയൻ എക്സിക്യൂട്ടീവ് ടേം ഓർത്തിരിക്കുക. ദെൻ ദി ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഈ പോർഷനിൽ നിന്നാണ് PSC കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇതിൽ പെടില്ല. CAG ഇതിൽ പെടില്ല. CAG ഇതിൽ പെടില്ല കേട്ടോ. യെസ്, മുസന പെടില്ല. PSCയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഞാൻ പ്രഡിക്ട് ചെയ്യുന്നത് ഈ ഒരു റീജിയനിൽ നിന്നായിരിക്കും ചോദിക്കുക. ഇലക്ട്രൽ കൊളീജ് അല്ലെ, അതായത് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യാനുള്ള ഒരു ഇലക്ട്രൽ കൊളീജ് ഉണ്ട് അല്ലെ. പ്രസിഡന്റിനുണ്ട് ഒരു ഇലക്ട്രൽ കൊളീജ്, വൈസ് പ്രസിഡന്റിനുണ്ട്, അതേപോലെ തന്നെ ഗവർണർക്കും ഉണ്ടോ ഇല്ലയോ? ഗവർണർക്ക് ഇലക്ട്രൽ കൊളീജ് ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഉണ്ട്. യെസ്, നോ, ഇല്ല. ഗവർണർക്ക് ഇലക്ട്രൽ കൊളീജ് ഇല്ല. ഈ രീതിയിൽ പഠിക്കണം അല്ലെ. ഗവർണർക്കില്ല. ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അല്ലെ. അത് ഗവർണറിൽ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാം. ദ പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ഇൻഡയറക്ട്ലി ബൈ എൻ ഇലക്ട്രൽ കൊളീജ് കൺസിസ്റ്റിംഗ് അല്ലെ. ഇൻഡയറക്ട്ലി, ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തോ? ഇൻഡയറക്ട്ലി അല്ലെ. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ആരൊക്കെയാണ് ഇലക്ട്രൽ ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ ഇലക്ട്രൽ കൊളീജ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അല്ലെ. പാർലമെന്റിലെ ഇലക്ടഡ് മെമ്പേഴ്സ്. എല്ലാ മെമ്പേഴ്സും ഇല്ല, ഓർത്തിരിക്കണം. ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക്സഭ, രാജ്യസഭ. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ, MLA മാര് അല്ല, ഇൻക്ലൂഡ്സ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആൻഡ് പുഡുച്ചേരി, ബട്ട് നോട്ട് യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് ലെജിസ്ലേറ്റർ അല്ലെ. അതായത് യൂണിയൻ ലെജിസ്ലേറ്ററിൽ ഈ പറഞ്ഞ പോലെ യൂണിയൻ ടെറിട്ടറീസിൽ ലെജിസ്ലേറ്റർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ, അവരൊന്നും ഇതിന്റെ ഭാഗമല്ല. ഓക്കെ, അപ്പോ ഡൽഹിയും പോണ്ടിച്ചേരിയും. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അവിടെ ഡൽഹിന്റെയും പോണ്ടിച്ചേരിയും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോ അല്ല. ഇതാണ് പ്രസിഡന്റിന്റെ ഇലക്ടറൽ കൊളീജ്. MLC ഇല്ല. ഓക്കെ, BYQ MLC ഇല്ല കേട്ടോ. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ മെമ്പർ MLC കൂടി ഉണ്ട് അല്ലെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടി. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, നമ്മൾ ഒറ്റതേ ഉള്ളൂ അല്ലെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ചില സംസ്ഥാനങ്ങളിൽ കൗൺസിലുകൾ കൂടിയുണ്ട് അല്ലെ. ഇന്ത്യയിൽ കർണാടക, UP, അതേപോലെ തന്നെ ഗോവ, അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളിൽ കൗൺസിൽസ് ഉണ്ട്. ഈ കൗൺസിൽസിലെ മെമ്പേഴ്സ് ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം കേട്ടോ. കൗൺസിൽസിലെ മെമ്പേഴ്സ് വിൽ നോട്ട് ബി എ പാർട്ട് ഇൻ ദി ഇലക്ട്രൽ കോളേജ് ഓഫ് ദി പ്രസിഡന്റ്. ഇതൊക്കെ ചോദിക്കും BYQ. ശരിയാണ് അല്ലെ. ചിലപ്പോൾ PSC ചോദിക്കാം ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? അത് ടിക്ക് ചെയ്യും അല്ലെ. ആക്ച്വലി അത് തെറ്റാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഓഫ് ദി അസംബ്ലിയേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. ബൈ ക്യാമറലും യൂണി ക്യാമറലും അതന്നെ മോസിന, അതന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ചില സംസ്ഥാനങ്ങളിൽ മെമ്പർ, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ഓക്കെ, കൗൺസിൽസും ഉണ്ട് ചില സംസ്ഥാനങ്ങളിൽ, ബൈ ക്യാമറലും യൂണി ക്യാമറലും. അതായത് നമ്മുടെ ലോക്സഭ, രാജ്യസഭ എന്ന് പറയുന്ന പോലെ തന്നെ രണ്ട് ബോഡിയാണല്ലോ. അതേപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽസും ഉണ്ട്. ഈ കൗൺസിൽസ് ഇതിന് ഭാഗമല്ല പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നതിൽ. സോ ഇലക്ടഡ് മെമ്പേഴ്സ് ഓർത്തിരിക്കുക അല്ലെ. അങ്ങനെയാകുമ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്തായാലും ഇതിന്റെ ഭാഗമല്ല എന്ന് നമുക്കറിയാം അല്ലെ. നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇതിന്റെ ഒരു ഭാഗമായി വരില്ല അല്ലെ. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇലക്ഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എടുത്തു പറയുമല്ലോ അല്ലെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് എടുത്തു പറയല്ലോ. അതെടുത്ത് പറയുന്നില്ല. അപ്പോ നോമിനേറ്റഡ് മെമ്പേഴ്സ് പ്രസിഡന്റിന്റെ ഇലക്ഷന് ഒരു ഭാഗമാകുന്നില്ല അല്ലെ. ദ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അല്ലെ. പ്രസിഡന്റിന്റെ ഇലക്ഷൻ ഈസ് കണ്ടക്ടഡ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ഇലക്ഷൻ ഈസ് കണ്ടക്ടഡ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അല്ലെ. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, സീക്രട്ട് ആയിട്ട് അല്ലെ, സീക്രട്ട്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഇന്ത്യയിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അത് പഠിക്കാം.
പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അല്ലെ. ഇന്ത്യയില് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ഷൻസ് ഏതൊക്കെ ബോഡീസിലാണ് നടക്കുന്നത്? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ യെസ്, വെരി ഗുഡ് ബിവൈക്ക്, വെരി ഗുഡ് അല്ലെ. എല്ലാവരും ഉത്തരം പറഞ്ഞേ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ മറ്റേതെന്താണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെ. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, മറ്റൊന്ന് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ജസ്റ്റ് എ മിനിറ്റ്. യെസ് യെസ് അല്ലെ. രണ്ട് രീതിയിലുള്ള മെത്തഡാണ്. ഒന്ന് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനും മറ്റൊന്ന് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ പ്രകാരം രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ പ്രസിഡന്റ് ഓർത്തിരുന്നോളെ ആൻഡ് വൈസ് പ്രസിഡന്റ്. അപ്പൊ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം വഴി ഇന്ത്യയിൽ ഇലക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഏതൊക്കെ ബോഡീസിലേക്കാണ്? പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നതിനുപരി ലോക്സഭ ആൻഡ് അല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്, ഇങ്ങനെ പറയുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടി നല്ലത്. ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ് അല്ലെ. സോ ഈ രണ്ട് പ്രാക്ടീസും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. യെസ്, പി എമ്മും സി എമ്മും ഒക്കെ മെജോറിറ്റി പാർട്ടി ലീഡേഴ്സ് അല്ലേ. യെസ്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റവും പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനും. ഓക്കെ, രണ്ട് രീതിയിൽ ഇന്ത്യയിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ പ്രകാരമാണ് പ്രസിഡന്റ് അല്ലെ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. നൗ എലഷി. ഓക്കെ, നൗ യു ഹാവ് ടു സ്റ്റഡി ഈ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനും ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റവും നിങ്ങൾ എന്ത് ചെയ്യണം? PSC ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, PSC ചോദിക്കാത്ത ഒരു ഏരിയ ആണ്. എന്നിരുന്നാലും യു ഹാവ് ടു ഗൂഗിൾ. ഓക്കെ, യു ഹാവ് ടു ഗൂഗിൾ ആൻഡ് ഇതിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇന്ത്യയിൽ രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ നോൺ വോട്ടിംഗ് പവർ, വോട്ടിംഗ് ബൈ ദ നോമിനേറ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് MPs അല്ലെ. നോമിനേറ്റഡ് ആയിട്ടുള്ള MPs അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ആരും പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓർത്തിരിക്കുക. ദെൻ ദർ ഈസ് എ ഫോർമുല. ഓക്കെ, എങ്ങനെയാണ് വോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ഫോർമുലയുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ വാല്യൂ ഓഫ് MLA വോട്ട് അല്ലെ. വാല്യൂ ഓഫ് MLA വോട്ട് ഈസ് ഈക്വൽ ടു total population of the state divided by total number of elected MLAs into 1/1000. 1/1000 ആണ് കേട്ടോ, അത് കട്ടായി പോയതാണ്. 1/1000. Value of MPs vote is equal to total value of all MPs, all MLAs vote plus total number of elected MPs. Lok Sabha and രാജ്യസഭ, റൈറ്റ് അല്ലെ. സോ ഈ രണ്ട് ഫോർമുലാസും ജസ്റ്റ് ലക്ഷ്മികാന്തിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഈ ഭാഗത്തു നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക.
അല്ലെ? ഓൾറെഡി നമ്മൾ പഠിച്ചു. പിന്നെ വിക്ടറി the winning candidate must secure a minimum quota of votes calculated as total votes, valid votes polled divided by 2 plus 1. ഇങ്ങനെയാണ് സക്സസ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ വിക്ടറി ആയിട്ട് മാറുന്നത്, ചൂസ് ചെയ്യുന്നത്. The president election is done system of proportional representation by means of single transferable vote, and the voting is done by secret ballot. Secret ballot. ഈ വരി ജസ്റ്റ് അതേപോലെ ഒന്ന് കാണാപ്പാടം പഠിച്ചു വെക്കുക അല്ലെ. ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അല്ലെ. സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബൈ വോട്ടിംഗ് കാൻഡിഡേറ്റ്. യെസ്, അതെ അതെ അതെ. അതായത് വോട്ട് ഓഫ് എൻ വാല്യൂ ഓഫ് വോട്ട് ഓഫ് എൻ MLA is equal to total population of the state divided by total number of elected members in the state legislative assembly. Into 1/1000. ഇത് മെയിൻസിനൊക്കെ ആയിരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുക കേട്ടോ. KSന്റെ മെയിൻസിനൊക്കെ ആയിരിക്കും ചോദിക്കുക. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി വാല്യൂ ഓഫ് ദി MLAs വോട്ട് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദ വാല്യൂ ഓഫ് MLAs, അതേപോലെ തന്നെ ദ വാല്യൂ ഓഫ് MPs അല്ലെ. വാല്യൂ ഓഫ് വോട്ട് ഓഫ് ആൻ MP is equal to total value of votes of all MLA of all state അല്ലെ. എല്ലാ സ്റ്റേറ്റിലെയും MLAയുടെ വോട്ട് ഡിവൈഡഡ് ബൈ total number of elected members of parliament അല്ലെ. total number of elected members of parliament. ജസ്റ്റ് ഈ ഒരു മെയിൻസിന്റെ പെർസ്പെക്ടീവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ ഓഫ് MLAയുടെ വോട്ടും വാല്യൂ ഓഫ് MPയുടെ വോട്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പ്രകാരമാണ് എന്നുള്ളത്. സോ ലെറ്റ്സ് മൂവ്. പിന്നീടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ്, അതേപോലെ തന്നെ പ്രസിഡന്റുമായി ഓത്ത്, അഫിർമേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്പീഡിൽ നമുക്ക് റീഡ് ചെയ്ത് പോകാനേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ്, ആർട്ടിക്കിൾ 58, മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഹി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ് അല്ലെ. ഗവർണറുടെ ഏജ് എത്രയാണ്? ഗവർണറുടെ ഏജ് എത്രയാണ്? ഗവർണറായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 35 അല്ലെ, സിമിലർ ആണ്. വൈസ് പ്രസിഡന്റ് 35 അല്ലെ. ലോക്സഭയിലേക്കുള്ള ഇലക്ഷന്റെ വയസ്സ് എത്രയാണ്? എല്ലാം റീകളക്ട് ചെയ്യാം. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഡിഫറെന്റ് ആണ്. ലോക്സഭയിലേക്ക് 25, അപ്പൊ രാജ്യസഭയിലേക്ക് 30 ആണോ? രാജ്യസഭയിലേക്ക് എത്രയാ മിനിമം ഏജ്? 30 അല്ലെ. പഞ്ചായത്തുകളില് what is the minimum age to contest? 21. Yes, very good അല്ലെ. എല്ലാം റീകളക്ട് ചെയ്യാം. He must be eligible to a member of Lok Sabha. In order to qualify as the president of India, he must be eligible to be a member of Lok Sabha. He must not hold any profit of profit under the government of India അല്ലെങ്കിൽ government of any state. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ലക്ഷ്മികാന്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നീട് കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമില്ല. ഇത്ര പൈസ കെട്ടിവെച്ചാലേ പ്രസിഡന്റിന്റെ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള, വിച്ച് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ അസ്. ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ്. അടുത്ത ടേംസ് ആൻഡ് ഇമോൾമെന്റ്സ്, ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ടേംസ് ആൻഡ് ഇമോൾമെന്റ്സ്, ഓത്ത് ആൻഡ് അഫർമേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്കറിയാം പ്രസിഡന്റിന്റെ ടേം എന്ന് പറഞ്ഞാൽ 5 വർഷമാണ് അല്ലെ. ബട്ട് ക്യാൻ റിസൈൻ ഓർ റിമൂവ്ഡ് വിയ ഇംപീച്ച്മെന്റ് അല്ലെ. പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച്മെന്റ് ചെയ്ത് പുറത്താക്കാൻ സാധിക്കും. ഇതിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? ഇംപീച്ച്മെന്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 61ഉം 72ഉം എല്ലാം ഉണ്ട്. ഏതാണ് കറക്റ്റ്? ശരിക്കും പറ. യെസ്, 61 ആണ് കേട്ടോ ഇംപീച്ച്മെന്റ്. 52 പ്രസിഡന്റ്, 61 ആണ് ഇംപീച്ച്മെന്റ് അല്ലെ. പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്ത് പുറത്താക്കാൻ സാധിക്കും.
സാലറി ആൻഡ് അലവൻസസ്, സാലറി 5 lakhs per month, റിവൈസ്ഡ് ഇൻ 2018. ഒഫീഷ്യൽ റെസിഡൻസ് രാഷ്ട്രപതി ഭവനാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ ബാക്കിയുള്ള എൻവോൾവ്മെന്റ്സും കാര്യങ്ങളും അല്ലെ, ഇതൊക്കെ ലക്ഷ്മികാന്തിൽ ഇങ്ങനെ വലിയ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ അസ് അല്ലെ. ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെന്റും ട്രാവൽ അലവൻസും പെൻഷനും അല്ലെ, ഇവർക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ അലവൻസും പെർക്സ് ഇവർക്ക് ഉണ്ട്, പ്രസിഡന്റിനൊക്കെ അല്ലെ. രാഷ്ട്രപതി ഭവൻ. റൈറ്റ്. Impeachment of the president അല്ല, ആർട്ടിക്കിൾ 61, which is very important ആണ്. Impeachment of the president അല്ല, നമുക്ക് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം പ്രസിഡന്റിന്റെ യഥാർത്ഥ കാലയളവ് 5 years ആണ് അല്ലെ, 5 years ആണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, പ്രസിഡന്റിനെ റിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം അല്ലെ. പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോ ലെറ്റർ കൊടുക്കുന്ന ആർക്കാണ്? റെസിഗ്നേഷൻ ലെറ്റർ ഈസ് ഗിവൺ ടു ഡാഷ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണോ, വൈസ് പ്രസിഡന്റ് ആണോ? യെസ്, വെരി ഗുഡ്, വൈസ് പ്രസിഡന്റിനാണ് അല്ലെ, വൈസ് പ്രസിഡന്റിനാണ് അല്ലെ. അതേപോലെ തന്നെ ഇംപീച്ച് ചെയ്യാനും സാധിക്കും. ഇംപീച്ച് ചെയ്യാനുള്ള ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, എങ്ങനെയാണെന്നൊന്നും നമ്മുടെ ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. ആകെ ഇങ്ങനെ ഒരു കാര്യമേ പറയുന്നുള്ളൂ, വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കും അണ്ടർ ആർട്ടിക്കിൾ 61. അതേപോലെ തന്നെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓക്കെ, രാജ്യസഭയിലും ലോക്സഭയിലും ഇംപീച്ച്മെന്റ് പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ചാർജസ് മസ്റ്റ് ബി സൈൻഡ് ബൈ 1/4 മെമ്പേഴ്സ് ഓഫ് ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് അല്ലെ. 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്യണം. അതേപോലെ തന്നെ 14 ദിവസം മുമ്പേ നോട്ടീസ് ആർക്ക് കൊടുക്കണം? പ്രസിഡന്റിന് കൊടുക്കണം. പ്രസിഡന്റിനെ പുറത്താക്കാൻ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്ര എളുപ്പമല്ല. 14 days പ്രയർ നോട്ടീസ് പ്രസിഡന്റിന് കൊടുക്കണം അല്ലെ. അതേപോലെ തന്നെ 2/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ മെജോറിറ്റി അല്ലെ. സ്പെഷ്യൽ മെജോറിറ്റി നമ്മൾ പഠിച്ചു, മെജോറിറ്റികൾ എന്തൊക്കെയാണ്, സിമ്പിളും സ്പെഷ്യലും, സ്പെഷ്യൽ മെജോറിറ്റി, ഹാഫ് ഓഫ് ദ കൺസെന്റ് ഒക്കെ പഠിച്ചു. 2/3 മെജോറിറ്റി ഇൻ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ഈസ് റിക്വയർഡ് ഫോർ ഹിസ് റിമൂവൽ അല്ലെ. സോ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇത്രയും പോയിന്റുകൾ അല്ലെ, നമ്മുടെ ലക്ഷ്മികാന്തിന് കൊടുത്തിട്ടുള്ള കുറെ പോയിന്റുകൾ ഉണ്ട്, അതിന്റെ ഏറ്റവും ക്രക്സ് ആണ് ഈ പോയിന്റ്. അറ്റ്ലീസ്റ്റ് ഇത് ആലോചിക്കുക. ദിസ് ഈസ് ദ പ്രോസസ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ക്ലിയർ അല്ലേ? പാർട്ടിസിപ്പേറ്റ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇംപീച്ച്മെന്റിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളത് അല്ലെ. യെസ്, നമ്മൾ പഠിച്ചു അല്ലെ, പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ഇംപീച്ച്മെന്റിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഞാൻ ക്ലാസ്സിൽ പറയുന്നതിന് മുമ്പ് തന്നെ സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗുഡ് തിങ് അല്ലെ. ആരൊക്കെയാണ് ഇംപീച്ച്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെ? പാർട്ടിസിപ്പേറ്റഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെ. ഇവിടെയാണ് ഡിഫറൻസസ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല എക്സാമിന് അല്ലെ. ഈ ഇലക്ഷന് ആരാണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവിടെ എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇംപീച്ച്മെന്റില് ഇംപീച്ച്മെന്റില് അല്ലെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് വെരി ഗുഡ് ബി വൈക്കും, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ പ്ലസ് രാജ്യസഭ അല്ലെ. ദാറ്റ് ഈസ് ദി പാർലമെന്റ്, ഹൗസ് ഓഫ് ദ പാർലമെന്റ് അല്ലെ. ഇവരെ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു, സിമ്പിൾ ആണ്. അതേപോലെ തന്നെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ അല്ലെങ്കിൽ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എക്സെട്ര ഇവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഒറ്റ കാര്യാലേക്ക് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ മാത്രമേ ഇംപീച്ച്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അതെ, മുസന, വെരി ഗുഡ്. ആ കാര്യം ഓക്കെ, ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇംപീച്ച്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും രണ്ടും രണ്ടാണ്. ഇവിടെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ മാത്രമേ ഉള്ളൂ. റൈറ്റ്, ഓർത്തിരിക്കുക. ജസ്റ്റ് നെക്സ്റ്റ് വേക്കൻസി അല്ല. ഇനി വേക്കൻസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മുടെ ലോജിക്കൽ ഇതുകൊണ്ട് നമുക്ക് പഠിക്കാനേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം പ്രസിഡന്റ് അല്ലെ, പ്രസിഡന്റ് എന്നല്ല ഏതൊരു ഓഫീസ് ആണെങ്കിലും നോ പ്രസിഡന്റ് ഇംപീച്ച്ഡ് സോ ഫാർ. ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇൻ ദി ഹിസ്റ്ററി. നമുക്കറിയാം പ്രസിഡന്റിന്റെ ഓഫീസ് പല രീതിയിൽ
പ്രസിഡന്റിന്റെ ഓഫീസ് പല രീതിയിൽ വാക്കന്റ് ചെയ്യപ്പെടാം. അല്ല ഏതൊക്കെ സാഹചര്യങ്ങളിൽ? ഒന്ന് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഓഫീസ് വാക്കന്റ് ആയിപ്പെടാം അല്ലെ. രണ്ടാമത് റിസൈൻ ചെയ്യുമ്പോൾ, വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ. മൂന്നാമത് എന്താണ്? ഇംപീച്ച്മെന്റ് പ്രകാരം നമുക്ക് റിമൂവ് ചെയ്യാലോ. അല്ലെ, നമ്മളിപ്പോ പഠിച്ചു സ്റ്റെപ്സ്. ഇംപീച്ച്മെന്റ് പ്രകാരം നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ അല്ലെ, ഡെത്ത് സംഭവിക്കുന്നു, അല്ലെ, മരണം സംഭവിക്കുന്നു, ഡെത്ത് സംഭവിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ്? പ്രസിഡന്റിന്റെ ഓഫീസ് വാക്കന്റ് ചെയ്യപ്പെടാം. അല്ലെ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. പ്രസിഡന്റിന്റെ കാലയളവ് 5 വർഷമാണ്. ഓക്കെ, 5 വർഷമാണ്. പ്രസിഡന്റ് ജീവിച്ചൊക്കെ ഇരിപ്പുണ്ട്. പ്രസിഡന്റിന്റെ കാലയളവ് കഴിഞ്ഞു, 5 വർഷവും. എലക്ഷൻ കുറച്ച് താമസിച്ചു. ഓക്കെ, എലക്ഷൻ കുറച്ച് താമസിക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ, പ്രസിഡന്റിന്റെ എലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കാലയളവ് 13th ഏപ്രിലിൽ അവസാനിക്കും കേട്ടോ. പക്ഷെ 13th ഏപ്രിലും ഈ പറഞ്ഞ പോലെ അവസാനിക്കുന്നതിന് മുമ്പ് പുതിയൊരു പ്രസിഡന്റ് വരണമല്ലോ അല്ലെ. പക്ഷെ അത് എലക്ഷൻ നടന്നിട്ടില്ല. എലക്ഷൻ പല റീസൺസ് കൊണ്ട് പോസ്റ്റ്പോണ്ട് ആയി പോയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? അല്ലെ 13th ഏപ്രിലും കഴിഞ്ഞ് മെയ് ജൂണിൽ എത്തി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സമയത്ത് ഇവിടെ എന്ത് നടക്കും? ആരായിരിക്കും പ്രസിഡന്റ് ആയിട്ടുണ്ടാവുക? നിലവിലുള്ള പ്രസിഡന്റ് റിസൈൻ ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയി വരുമോ? എന്താണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ? എന്താണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ് മോസിന ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെസ് പ്രസിഡന്റ് എന്നുള്ള ചാപ്റ്റർ റീഡ് ചെയ്തിട്ടില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഈ ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ലക്ഷ്മികാന്ത് ഒരു തവണയെങ്കിലും റീഡ് ചെയ്യണം. ഉണ്ട്. ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടുമല്ലോ പ്രോപ്പർ ആയിട്ട്. അല്ലെ, ഇൻ കേസ് ഓഫ് ശ്രദ്ധിക്കുക, ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് ഓഫ് ദർ ഇസ് എ ഡിലേ ഇൻ കണ്ടക്ടിങ് ഇലക്ഷൻ, അല്ലെ, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് ഡിലേ വന്നു. ഈ സമയത്ത് എന്ത് ചെയ്യും? പുതിയ പ്രസിഡന്റ് വരുന്നവരെ പഴയ പ്രസിഡന്റ് തന്നെ ആയിരിക്കും പ്രസിഡന്റ്. മനസ്സിലായോ? ഇവിടെ വൈസ് പ്രസിഡന്റ് ഒന്നും വരുമൊന്നുമില്ല. വൈസ് പ്രസിഡന്റ് പണിയുണ്ട് ഇവിടെ. ഇൻ കേസ് ഓഫ് ഡിലേ ഇൻ എലക്ഷൻ, നമ്മുടെ നിലവിലുള്ള പ്രസിഡന്റ് ആരാണോ, അല്ല, ഈ ഡിലേ വരുന്ന സമയം മുഴുവൻ ഈ പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കുന്നത് വരെ ഈ പഴയ പ്രസിഡന്റ് തന്നെ ആയിരിക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അല്ലാതെ അവിടെ വൈസ് പ്രസിഡന്റ് ഒന്നും വരില്ല. ഇനി മറ്റു ചില കാരണങ്ങളുണ്ട് അല്ലെ. മരണം സംഭവിക്കുന്നു അല്ലെ, ഇല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് നെസ് പറഞ്ഞ പോലെ വൈസ് പ്രസിഡന്റ് വരും അല്ലെ. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് തുടരാൻ പ്രസിഡന്റ് ഇല്ലല്ലോ. ആ സമയത്ത് എന്താണ്? വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കും അല്ലെ. അങ്ങനെ സ്ഥാനം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റിന് എത്ര കാലയളവ് വരെ പ്രസിഡന്റ് ആയി തുടങ്ങാൻ പറ്റും, അല്ല, തുടരാൻ പറ്റും? 6 months. വെരി ഗുഡ് അല്ലെ. 6 months, 6 മാസം മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലെ. ലെറ്റ് ഇറ്റ് ബി എനി സർക്കംസ്റ്റാൻസ്, എന്തും ആയിക്കോട്ടെ. അല്ലെ, 6 മാസത്തിനുള്ളിൽ എന്താണ് പുതിയ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ പുതിയ പ്രസിഡന്റിനെ അവിടെ എത്തണം. ഇനി ഡെത്ത് സംഭവിച്ചു, പ്രസിഡന്റിന്റെ സ്ഥാനത്ത് വൈസ് പ്രസിഡന്റിന് തുടരാം. ഇനി വൈസ് പ്രസിഡന്റും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വൈസ് പ്രസിഡന്റും ഇല്ല അല്ലെ. വൈസ് പ്രസിഡന്റിനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഓഫീസും വാക്കന്റ് ആയിട്ടാണെങ്കിൽ, യെസ്, വെരി ഗുഡ് മോസിന, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെ. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരായി മാറും? പ്രസിഡന്റിന്റെ ജോലി ചീഫ് ജസ്റ്റിസ് ഏറ്റെടുക്കും അല്ലെ. ചീഫ് ജസ്റ്റിസ് ഏറ്റെടുക്കും. ഇനി ചീഫ് ജസ്റ്റിസും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇന്ത്യയിൽ. വൈസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്തായാലും ഉണ്ടാവും. അങ്ങനെ എല്ലാ ഓഫീസും ഇങ്ങനെ വേക്കന്റ് ആയിട്ടൊന്നും കിടക്കൂലല്ലോ. എന്നിരുന്നാലും ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും വേക്കന്റ് ആയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഒരാൾ ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും? യെസ്, സീനിയർ മോസ്റ്റ് ജഡ്ജ് അല്ലെ. സീനിയർ മോസ്റ്റ് ജഡ്ജ് ഇൻ ദ സുപ്രീം കോർട്ട് വിൽ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് എക്സ്ട്രീം കേസാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് തന്നെ ഒതുങ്ങി നിൽക്കും. അല്ലാതെ അല്ലെ,
ഇറ്റ്സ് വെരി റയർ. സീനിയർ മോസ്റ്റ് ജഡ്ജിലേക്കൊക്കെ എത്തി വരാൻ എല്ലാ ഓഫീസും അങ്ങനെ വേക്കന്റ് ആയിട്ടൊന്നും ഒരിക്കലും കിടക്കൂലല്ലോ. നമുക്ക് ലോജിക്കൽ പവർ യൂസ് ചെയ്ത് തിങ്ക് ചെയ്താൽ മതി. അല്ലെ? പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുക, വെൻ എവർ വൈസ് പ്രസിഡന്റ് ഈസ് ആക്ടിങ് ആസ് ദ പ്രസിഡന്റ്, അല്ലെ, വൈസ് പ്രസിഡന്റ് ചില സാഹചര്യങ്ങളിൽ പ്രസിഡന്റ് ആയി മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റിന്റെ റോള് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സീനിയർ മോസ്റ്റ് ജഡ്ജ് അല്ലെ ഈ പ്രസിഡന്റിന്റെ റോള് ചെയ്യുന്നുണ്ടെങ്കിൽ, he enjoys all the powers and immunities which is given to the president. അല്ലെ? അതായത് പ്രസിഡന്റിന് ലഭിക്കുന്ന എല്ലാ രീതിയിലുമുള്ള ഈ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ടല്ലോ, പവേഴ്സും ഇമ്മ്യൂണിറ്റീസും ഒക്കെ ആരാണോ പ്രസിഡന്റിന് ജോലി ചെയ്യുന്നത് അവർക്കും ലഭിക്കും. ഓക്കെ, അതിപ്പോ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിട്ട് പ്രസിഡന്റ് ആയി വന്നാലും he also be eligible to get these elements and powers of the president of India. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്, പിന്നീട് എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ്, ജുഡീഷ്യൽ പവേഴ്സ്, മിലിറ്ററി പവേഴ്സ്, ഡിപ്ലോമാറ്റിക് പവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ പവേഴ്സ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ടൈം റീഡ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ജസ്റ്റ് മൂവ് ഫർദർ. ഓക്കെ, ഒരുപാട് പഠിക്കാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെ, നമ്മൾ ബുക്ക് പൂട്ടി വെച്ച് വേറെ കാര്യങ്ങളിലേക്ക് കിടക്കും. ഒരുപാടുണ്ട്, എന്നിരുന്നാലും സ്പീഡിൽ നോക്കുക. ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് അല്ലെ, എക്സിക്യൂട്ടീവ് പവേഴ്സ്, വാട്ട് ആർ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് വിച്ച് ഇസ് ഗിവൻ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഹെഡ് ഓഫ് ദി യൂണിയൻ എക്സിക്യൂട്ടീവ് ഓൾറെഡി പറഞ്ഞു അല്ലെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോകുന്ന എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 1. ഹെഡ് ഓഫ് ദി യൂണിയൻ എക്സിക്യൂട്ടീവ്, he appoint the prime minister and the council of minister. appoint the prime minister and the council of minister. ആർട്ടിക്കിൾസ് പറഞ്ഞേ, ഏത് ആർട്ടിക്കിൾസ് പ്രകാരമാണ് പ്രധാനമന്ത്രിയെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്? 74, 75 ഉണ്ടോ? അല്ല, 74 and 75, അല്ലെങ്കിൽ 73 or 74 ഏതാണ്? കൺഫ്യൂഷൻ ആവുന്നുണ്ട് അല്ലെ. 74, യെസ്, ഗുഡ്. ഗവർണർ അല്ലെ, അപ്പോയിന്റ് ഗവർണർ അല്ല, പ്രസിഡന്റ് ആണ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. CAG അപ്പോയിന്റ് ചെയ്യുന്നു, AG അപ്പോയിന്റ് ചെയ്യുന്നു, ഇലക്ഷൻ കമ്മീഷനെ, UPSC ചെയർമാനെ, എക്സെട്ര എക്സെട്ര. ക്യാൻ സീക്ക് ഇൻഫർമേഷൻ ഫ്രം ദ പ്രൈം മിനിസ്റ്റർ അണ്ടർ ആർട്ടിക്കിൾ 78. ഇത് നമ്മൾ പാർലമെന്റിൽ കൂടുതൽ പഠിക്കും കേട്ടോ. പാർലമെന്റ്, അടുത്ത ക്ലാസ് പാർലമെന്റ് റിലേറ്റഡ് ആണ്. സോ ദിസ് ആർ ദി എക്സിക്യൂട്ടീവ് പവേഴ്സ്. പിന്നീട് ഒരുപാടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇത് ഞാൻ കണ്ടോ, ഹി അപ്പോയിന്റ് ദ ഗവർണർ ഓഫ് ദി ഹോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മികാന്തില് 2-3 വരി തന്നെ അതന്നെ പറയുന്നുണ്ട്. ഹി അപ്പോയിന്റ് CAG, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാ. ഇത് ഞാൻ എന്ത് ചെയ്തു, ഒറ്റ വരിയിൽ അങ്ങ് കൊടുത്തതേ ഉള്ളൂ. യു ക്യാൻ സീ, യു ക്യാൻ ഗോ ആൻഡ് വാച്ച് അല്ലെ. ഹി അപ്പോയിന്റ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അങ്ങനെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പ്രസിഡന്റ് ആണ്. റൈറ്റ് അല്ലെ. ഹി ക്യാൻ അപ്പോയിന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ കണ്ടീഷൻ ഓഫ് SC ST ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ലെങ്തി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. യു ഹാവ് ടു റീഡ് ഇറ്റ് അല്ലെ. ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക, PYQ ആണ് UPSC. എന്ത്? ഹി ക്യാൻ ഡിക്ലെയർ ഷെഡ്യൂൾഡ് ഏരിയ ഡിക്ലറേഷൻ. വെരി ഗുഡ്, ഞാൻ പറയാൻ വരികയായിരുന്നത്. ഹി ക്യാൻ ഡിക്ലെയർ, PYQ ആണ് കേട്ടോ, എനി ഏരിയ. ഓക്കെ, എനി ഏരിയാസ് ഷെഡ്യൂൾഡ് ഏരിയ അല്ലെ, ഇന്ത്യയിലുള്ള ഏത് ഏരിയയും ഷെഡ്യൂൾഡ് ഏരിയ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഹാസ് ദ പവർ വിത്ത് റെസ്പെക്ട് ടു administration of scheduled areas and tribal areas. Just ഒന്ന് ഓർത്തിരിക്കുക, എക്സിക്യൂട്ടീവ് പവേഴ്സ്. Then what are the legislative powers? എന്തൊക്കെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് അല്ലെ? നമുക്കറിയാം, the president is the integral part of the parliament. He can summon and prorogue parliament അല്ലെ. summon and prorogue parliament. നമ്മൾ വീണ്ടും ഞാൻ പറയാണ്, പാർലമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇത് കൂടുതൽ പഠിക്കും കേട്ടോ. എന്താണ് സമ്മന്, എന്താണ് പ്രൊറോഗ്, എന്താണ് അഡ്ജേൺമെന്റ് സൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ കുറെ ടേംസ് ഉണ്ട്, നമ്മൾ അവിടെ പഠിക്കും. എന്നിരുന്നാലും ഇപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, സമ്മൻസ് ആൻഡ് പ്രൊറോഗ് ദ പാർലമെന്റ്, ക്യാൻ ഡിസോൾവ് ദി ലോക്സഭ, addresses the parliament, first session after election and every year of the budget session. Yes, joint session, nominated members അല്ല, he will nominate members അല്ല, മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യും അല്ലെ. 12 members to രാജ്യസഭ അല്ല, ആർട്ടിക്കിൾ 80 അല്ലെ. രാജ്യസഭയിലേക്ക് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുക, ഏതൊക്കെ ഫീൽഡിലുള്ളവരെയാണ് നോമിനേറ്റ് ചെയ്യുക? ലിറ്ററേച്ചർ, ആർട്ട്, ജസ്റ്റ് ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ്, സിനിമ, എക്സെട്ര, സ്പോർട്സ്, എക്സെട്ര. ഇങ്ങനെയുള്ളവരെ 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും. 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന അത് എബോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ എബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണ്? 100,
103. വെരി ഗുഡ് അല്ലെ. ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഒക്കെ ഇന്ത്യയിൽ അബോളിഷ് ചെയ്തിട്ടുണ്ട്. അശ്വതി 104 ആണോ 103 ആണോ? 104. യെസ് 104 ആണ് കേട്ടോ. 104 ആണ്, 103 അല്ല. 103 is something related with EVS അല്ലേ? യെസ് 103 EVS അല്ലേ? യെസ് വെരി ഗുഡ് അശ്വതി, വെരി ഗുഡ്. Assent to bill can give assent, withhold assent or return reconsideration except money bill. നമുക്ക് പഠിക്കാം അല്ലെ. പ്രസിഡന്റിന്റെ കുറച്ച് പവേഴ്സ് ഉണ്ട്. പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, ആബ്സല്യൂട്ട് വീറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. വി ക്യാൻ ലേൺ ദാറ്റ്. താഴെ സ്ലൈഡ്സിലുണ്ട്. സോ ഇതൊക്കെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് അല്ലെ. ലക്ഷ്മികാന്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു റീഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഓർഡിനൻസ് മേക്കിംഗ്, വെരി ഗുഡ് മോസിന. ഓർഡിനൻസ് മേക്കിംഗ് അല്ലെ, അതായത് ചില ബില്ലുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ സമ്മതം ആവശ്യമുണ്ട്. 123 GP പ്രസിഡന്റിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. മണി ബില്ലും അല്ലെ, മണി ബില്ലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ ആവശ്യമുണ്ട് അല്ലെ. മണി ബില്ല് ഫോർ എക്സാമ്പിൾ. പിന്നെ നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ ആയി പറയാം? ബില്ല് ആൾട്ടറിംഗ് ദ സ്റ്റേറ്റ്, ബിൽസ് വിച്ച് ഈസ് ആൾട്ടറിംഗ് ദ സ്റ്റേറ്റ് അല്ലെ. ആൾട്ടറേഷൻ ഓഫ് ദ ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ. ഇതിനൊക്കെ എന്താണ്? പ്രസിഡന്റിന്റെ മുന്നായിട്ടുള്ള പെർമിഷൻ കിട്ടണം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിന് പെർമിഷന്റെ ആവശ്യമുണ്ടോ മുസിന? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിന് പെർമിഷന്റെ ആവശ്യമുണ്ടോ മുസിന? നോ നീഡ്. എന്ത് ചെയ്യണം മുസിന? കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിന് പ്രസിഡന്റിന്റെ ആവശ്യമില്ല അല്ലെ. പ്രയർ റെക്കമെൻഡേഷൻസിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രയർ പെർമിഷന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അടുത്ത ഫിനാൻഷ്യൽ പവേഴ്സ്. അഗെയിൻ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ അല്ലെ, ഓൺലി വിത്ത് ഹിസ് റെക്കമെൻഡേഷൻ. പ്രസിഡന്റിനോട് ആദ്യം ചോദിക്കണം. കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ഈസ് അറ്റ് ഹിസ് ഡിസ്പോസൽ അല്ലെ. പിന്നീട് ഈ പറഞ്ഞ പോലെ ആനുവൽ ബഡ്ജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത് ബിഫോർ പാർലമെന്റ്, ബിഫോർ പ്രസിഡന്റിന്റെ ബിഹാഫ് ആണ്. ഹി കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണ്? ഫിനാൻസ് കമ്മീഷൻ അല്ല, ഫിനാൻസ് കമ്മീഷൻ ആഫ്റ്റർ എവറി 5 years ടു റെക്കമെൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് അല്ലെ. അടുത്ത ജുഡീഷ്യൽ പവേഴ്സ്. ഇതൊക്കെ സ്പീഡിൽ റീഡ് ചെയ്ത് പോകട്ടോ, അല്ലാണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല. ജുഡീഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണ്? ജുഡീഷ്യൽ പവേഴ്സ്. ഹി അപ്പോയിന്റ് ദ ചീഫ് ജസ്റ്റിസ് അല്ലെ. ഇനി നിങ്ങളുടെ അടുത്ത് മെയിൻസിന് ചോദിക്കുകയാണ് എന്ത്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി പാർലമെന്റ്. വാട്ട് ആർ ദി പവേഴ്സ് അല്ലെ? വാട്ട് ആർ ദി പവേഴ്സ് വിച്ച് ഈസ് ഗ്രാൻഡഡ് അല്ലെ? വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വിച്ച് ഈസ് ഗ്രാൻഡഡ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും 2, 3, 5 വരി എടുത്ത് എഴുതുക, 3 മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ദി ജുഡീഷ്യൽ പവേഴ്സ്? ചീഫ് ജസ്റ്റിസിനെയും അല്ലെ, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടും ഹൈക്കോടതിയിലൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഹി ക്യാൻ സീക്ക് അല്ലെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അല്ലെ. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ കേട്ടിട്ടുണ്ടോ? കൺസൾട്ട് എഫ് സി. യെസ് വെരി ഗുഡ്. യെസ് കൺസൾട്ട്, അതെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. നമ്മൾ സുപ്രീം കോടതി എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കും. സോ യു ഹാവ് ടു കണക്ട് എവറിത്തിങ്. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അല്ലെ. ആർട്ടിക്കിൾ 143. വെരി ഗുഡ് അല്ലെ. പ്രസിഡന്റ് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിക്കാം അല്ലെ. പല മാറ്റേഴ്സിലും അഡ്വൈസ് ചോദിക്കാം. ഈ അഡ്വൈസ് ചോദിക്കുന്ന സമയത്ത് ഈ ജഡ്ജിമാര് ഉത്തരം നൽകണമോ? ഉത്തരം ബൈൻഡിങ് ആയിട്ട് നൽകണമോ വേണ്ടയോ? യെസ് ഓർ നോ? ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? യെസ് ആദർശ്, വെരി ഗുഡ്. നോ, ദർ ഇസ് നോ നീഡ് അല്ലെ. നോ, വെരി ഗുഡ്. നിർബന്ധമില്ല, ബൈൻഡിങ് അല്ല. വെരി ഗുഡ്. ഗ്രാൻഡ് പാർഡൻസ്, റിപ്രീവ്സ്, respites or remissions which is under article 72. Well, article 72 pardoning power of the president. Pardoning power of the governor എത്രയാണ്? ആർട്ടിക്കിൾ 161. ഈ പ്രസിഡന്റിനും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും ഗവർണറിനും ഒരേ രീതിയിലുള്ള പാർഡനിങ് പവർ ആണ്. യെസ് ഓർ നോ? സ്പീഡിൽ ഉത്തരം എന്താ? യെസ് ഓർ നോ? നോ അല്ലെ. അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്തൊക്കെയോ സാധനം മാറ്റമുണ്ട് അല്ലെ. യെസ്,
ക്യാപിറ്റൽ പറ്റില്ല. അതേപോലെ തന്നെ മിലിറ്ററി അല്ലെ, മിലിറ്ററി കോർട്ട് മാർഷ്യൽ അല്ലെ, കോർട്ട് മാർഷ്യൽ എന്നല്ല പറയാൻ, അതിനുള്ള അധികാരമൊന്നും. യെസ്. പിന്നീട് മിലിറ്ററി പവേഴ്സ്, സുപ്രീം കമാൻഡർ ഓഫ് ദി ആർംഡ് ഫോഴ്സസ് ആണ് അല്ലെ. ദിസ് ഈസ് ദി PYQ 10th ലെവൽ 12th ലെവൽ. ഡിക്ലെയർ വാർ ആൻഡ് പീസ് ഓൺ പാർലമെന്ററി അപ്രൂവൽ എക്സെട്ര. റൈറ്റ്. പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉണ്ട്. എല്ലാ ഇന്റർനാഷണൽ പരമായിട്ടുള്ള ഈ ട്രീറ്റീസും കാര്യങ്ങളൊക്കെ ഈ സൈൻഡ് ബിഹാഫ് ഓഫ് ദി പ്രസിഡന്റ് ആണ് അല്ലെ, ബിഹാഫ് ഓഫ് ദി പ്രസിഡന്റ് ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ എമർജൻസി പവേഴ്സ്, നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352. വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇറ്റ്. സ്റ്റേറ്റ് എമർജൻസി അല്ലെ, വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇറ്റ്. എമർജൻസി പവേഴ്സ് അല്ലെ. പ്രസിഡന്റ് ഹാസ്, ഇതാണ് അല്ലെ, ഈ 3 സിറ്റുവേഷനിലും പ്രസിഡന്റ് ഹാസ് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് അല്ലെ. പ്രസിഡന്റിന്റെ റോളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നാഷണൽ എമർജൻസി വരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ് 358 പ്രകാരം ബഡ്ജറ്റ് ഓൺ അശ്വതി, വെരി ഗുഡ്. പിന്നീട് ഡിപ്ലോമാറ്റിക് പവേഴ്സ്, അപ്പോയിന്റ് അംബാസിഡേഴ്സ് ആൻഡ് റിസീവ് ഫോറിൻ ഡിപ്ലോമാറ്റ്സ്. ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ ഈ പ്രസിഡന്റിന്റെ പേരിലാണ് സൈൻ ചെയ്യുന്നത്. നൗ വി ആർ മൂവിംഗ് ടുവേർഡ്സ് സംതിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്, വീറ്റോ പവേഴ്സ് അല്ലെ. വീറ്റോ പവേഴ്സ്, ഈ വീറ്റോ പവറുമായിട്ടാണല്ലോ ഇപ്പം പ്രശ്നം. സോ നമുക്കറിയാം ഇന്ത്യയിൽ ഏത് വീറ്റോ ഇല്ലാത്തത്? ഇന്ത്യയിൽ ഏത് വീറ്റോ ആണ് ഇല്ലാത്തത്? ക്വാളിഫൈഡ് വീറ്റോ അല്ലെ. ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യയിൽ ഇല്ല. 4. ആബ്സല്യൂട്ട് വീറ്റോ അല്ലെ. ആബ്സല്യൂട്ട് വീറ്റോ, എന്താണ് ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്? വിത്ത് ഹോൾഡിംഗ് ഓഫ് അസെന്റ്. അസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മതം. ഓക്കെ, സമ്മതം. വിത്ത് ഹോൾഡിംഗ് അസെന്റ് അല്ലെ. ഓരോരോ വാക്കായിട്ട് അങ്ങോട്ട് പഠിക്കുക. ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുമ്പോൾ വിത്ത് ഹോൾഡ് അസെന്റ് ടു എ ബിൽ അല്ലെ. വിത്ത് ഹോൾഡ് അസെന്റ്, സമ്മതം കൊടുക്കൂല അല്ലെ. അടുത്ത സസ്പെൻസീവ് വീറ്റോ എന്താണ്? ഇത് കുത്തിക്കോളെ. സസ്പെൻസീവ് വീറ്റോ എന്താണ്? സസ്പെൻസീവ് വീറ്റോ റിട്ടേൺസ് എ ബിൽ ഫോർ റീകൺസിഡറേഷൻ അല്ലെ. സസ്പെൻഷൻ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുക അല്ലെ. സസ്പെൻസീവ് വീറ്റോ തിരിച്ചങ്ങോട്ട് അയക്കും. റിട്ടേൺ എ ബിൽ ഫോർ റീകൺസിഡറേഷൻ എക്സെപ്റ്റ് മണി ബിൽ. മണി ബില്ലിന്റെ കേസ് നമുക്കറിയാം. ഓൾറെഡി പ്രയർ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പ്രയർ അപ്രൂവൽ കൊണ്ടാണ് മണി ബില്ല് പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ പ്രസന്റ് ചെയ്യുന്നത്. ലോക്സഭയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഓൾറെഡി സമ്മതം ഉള്ളത് കൊണ്ട് തന്നെ അതെന്തായാലും പാസ്സാവും. ജസ്റ്റ് ഓർത്തിരിക്കുക. സസ്പെൻസീവ് വീറ്റോ ഇസ് നോട്ട് അവൈലബിൾ ഫോർ മണി ബിൽ. എക്സാമിന് ചോദിക്കും കേട്ടോ. സസ്പെൻസീവ് വീറ്റോ റിട്ടേൺസ് എ ബിൽ ഫോർ കൺസിഡറേഷൻ. പിന്നീട് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോക്കറ്റ് വീറ്റോ നോ ആക്ഷൻ, ടേക്കിംഗ് നോ ആക്ഷൻ അല്ലെ. കീപ്പില് കീശയിൽ അങ്ങോട്ട് ഇട്ട് വെക്കും അല്ലെ. നോ ടൈം ലിമിറ്റ് ടു ഡിസൈഡ് ഓൺ എ ബിൽ. പോക്കറ്റ് വീറ്റോ, ഈ വാക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ഓരോ ടേമാണ് എന്ത്? ടേക്കിംഗ് നോ ആക്ഷൻ ഓൺ ദ ബിൽ അല്ലെ. ഒരു ഈ പറഞ്ഞ പോലെ വിത്ത് ഹോൾഡും ചെയ്യില്ല, റിട്ടേണും ചെയ്യില്ല, കീശയിൽ അങ്ങോട്ട് ഇട്ട് വെക്കും. അതാണ് പോക്കറ്റ് വീറ്റോ. ഇത്രയും സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, ഡോണ്ട് ബി കോംപ്ലിക്കേറ്റഡ്. ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്യും അല്ലെ, വിത്ത് ഹോൾഡ് ദ അസെന്റ്. ഒന്ന് തിരിച്ചയക്കും, മറ്റൊന്ന് ഒരു തീരുമാനം എടുക്കൂല, അങ്ങോട്ട് വെക്കും, കീശയിൽ പോക്കറ്റിൽ അങ്ങോട്ട് ഇട്ട് വെക്കും. മറ്റൊന്ന് ക്വാളിഫൈഡ് വീറ്റോ ആണ്. ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യയിലില്ല അല്ലെ. ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുമ്പോൾ വിച്ച് ക്യാൻ ബി ഓവർ റിഡൺ ബൈ ദ ലെജിസ്ലേറ്റർ വിത്ത് ഹയർ മെജോറിറ്റി അല്ലെ. അതായത് പ്രസിഡന്റിന്റെ പവറിനെ ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കും ആയിരിക്കും ലെജിസ്ലേറ്ററിന്. ലെജിസ്ലേറ്റർ എന്ന് പറയുമ്പോൾ പാർലമെന്റ്, ഈ കേസിൽ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ അല്ലെ, പാർലമെന്റ്. ക്വാളിഫൈഡ് വീറ്റോ, ഈ ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യയിലില്ല അല്ലെ. ക്വാളിഫൈഡ് വീറ്റോ ഉണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ എന്ത് ഡിസിഷനും ഓവർകം ചെയ്യാൻ ആർക്ക് പറ്റും? പാർലമെന്റിന് പറ്റും. അതുകൊണ്ട് അത് ഇല്ല ഇന്ത്യയിൽ. ജസ്റ്റ് ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. Supreme Court news. Supreme Court set time limits even for the President of India to decide a bill reserved by the governor for presidential assent. The President of India can exercise absolute veto or pocket veto on bill. Absolute veto എന്താണെന്നും പോക്കറ്റ് വീറ്റോ എന്താണെന്നും നമ്മളിപ്പോ പഠിച്ചു അല്ല. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കൽ. പ്രസിഡന്റ് മസ്റ്റ് ഡിസൈഡ് ഓൺ റിസർവ്ഡ് ബിൽ വിത്തിൻ 3 months. State government can file a writ petition seeking mandamus against the president if there is a default. If
President doesn't declare reasons, assumption like one of the races. കഴിഞ്ഞ സുപ്രീം കോടതി വേർഡിക്റ്റ് ഉണ്ടല്ലോ ഇതിനെതിരെ. യെസ് ഉണ്ട്. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയൊരു ഇത് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള വലിയൊരു ലീഗൽ പ്രശ്നത്തിലേക്കായിരിക്കും ഇത് കടക്കാൻ പോകുന്നത്. ഓക്കെ, സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചാണ് അല്ലെ. 2 അംഗ ബെഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് അല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പറയുമ്പോൾ മിനിമം എത്ര പേര് വേണം? വാട്ട് ഈസ് ആൻസർ? 3 ആണോ 5 ആണോ? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പറയുമ്പോൾ 5. യെസ്. അപ്പൊ ഈ ഡിസിഷൻ എടുത്തിട്ടുള്ളത് 2 അംഗ ബെഞ്ചാണ് അല്ലെ. 2 അംഗ ബെഞ്ചാണ്. സർ, സുപ്രീം കോടതി വേർഡിൽ പിന്നീട് ആക്ട് ആവാൻ ചാൻസ് ഉണ്ടോ? ശ്രദ്ധിക്കുക, ഇവിടെ എന്താ സംഭവിക്കാന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്ത് ചെയ്തു? 2 അംഗ ബെഞ്ചാണ് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഡിസിഷൻ എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴ്നാട് ഗവൺമെന്റിന്റെ പെറ്റീഷൻ അല്ലെ. തമിഴ്നാട് ഗവൺമെന്റ് വേഴ്സസ് ഗവർണർ. ഇതിൽ തമിഴ്നാട് പോയി പറയാണ് നമ്മൾ പാസ്സാക്കുന്ന നിയമങ്ങളൊന്നും ഗവർണർ അനന്തമായി പിടിച്ചു വെക്കുകയാണ്, നിയമമായി വരുന്നില്ല, ദർ ഇസ് എ ബിഗ് പ്രോബ്ലം, സംസ്ഥാനത്തെ നിയമ വ്യവസ്ഥകൾ സ്തംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേസ് പോയി. സുപ്രീം കോടതിയുടെ വിധി വരികയാണ്, യെസ്, ഗവർണർക്ക് ഇത് ചെയ്യാനുള്ള അധികാരമില്ല, ഗവർണർ ഇസ് ഡൂയിങ് സംതിങ്, പറയാത്ത കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? സുപ്രീം കോടതി ഒരു ടൈം ലിമിറ്റ് സെറ്റാക്കി അല്ലെ. 3 മാസം എന്നാണ് പറയുന്നത്. ഈ 3 മാസം എന്നുള്ളത് ഗവർണർക്ക് മാത്രമല്ല, ഇറ്റ് ഓൾസോ എക്സ്റ്റെൻഡ് ടു ദി പ്രസിഡന്റ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിൽ 3 മാസം എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ആക്ച്വലി പറയുന്നില്ല. 3 months എന്നോ 6 months എന്നോ ഒന്നും പറയുന്നില്ല ഈ ബില്ലിനെ കുറിച്ചിട്ട് അല്ലെ. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്തു? പ്രസിഡന്റിനും ഈ പറഞ്ഞ പോലെ 3 മാസം എന്നുള്ള അല്ലെ, ഈ പറഞ്ഞ പോലെ ആബ്സലൂട്ട് വീട്ടോ ആണെങ്കിലും പോക്കറ്റ് വീട്ടോ ആണെങ്കിലും യു ഹാവ് ടു ഡിസൈഡ് വിത്തിൻ 3 months. യെസ്, സുപ്രീം കോടതി ഉത്തരവിലുള്ള 10 ബില്ലുകൾ നിയമമാക്കി തമിഴ്നാട് സർക്കാർ. അപ്പൊ ഇങ്ങനെ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക, സംസ്ഥാനങ്ങൾക്ക് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. ഓക്കെ, ആ വലിയ ജഡ്ജ്മെന്റ് ആണ് ജെ അല്ല, എന്താണ് പേര്, GP. ഓക്കെ, ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയ പേജസ് ഒക്കെ ഇങ്ങനെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു പ്രൊവിഷൻ ഉണ്ടാവും. ഓക്കെ, തമിഴ്നാട് സർക്കാർ ഇങ്ങനെ അല്ലെ, സുപ്രീം കോടതിയുടെ വിധിയുടെ പിൻബലത്തിലാണ് 10 ബില്ലുകൾ നിയമമാക്കി മാറ്റിയത് അല്ലെ. സോ there will be something which is related to that provision. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും? സ്പെഷ്യലി ദ ഹോം മിനിസ്ട്രി തടസ്സ ഹർജിയോ അല്ലെങ്കിൽ മറ്റേ പുനഃപരിശോധന ഹർജിയോ അങ്ങനെ എന്തെങ്കിലും ഹർജി കൊടുക്കും സുപ്രീം കോടതിയിലേക്ക്. ഓക്കെ, ബിക്കോസ് ഇവിടെ എന്ത് പറയും? ഹോം മിനിസ്ട്രി എന്ത് പറയും? അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് എന്ത് പറയും? സുപ്രീം കോടതിക്ക് അധികാരമില്ല. സുപ്രീം കോടതിയിലെ 2 അംഗ ബെഞ്ചിനൊന്നും ഇത് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമില്ല. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല. ഇതിനുള്ള അധികാരമുള്ളത് പാർലമെന്റിന് മാത്രമാണ് അല്ലെ. പാർലമെന്റിന് മാത്രമാണ്. പാർലമെന്റ് ചെയ്യേണ്ട കാര്യമാണ് സുപ്രീം കോടതി ഇപ്പൊ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ജുഡീഷ്യൽ ഓവർറീച്ച്. ജുഡീഷ്യൽ ഓവർറീച്ച് എന്ന് പറയും. അപ്പൊ സുപ്രീം കോടതി ഇതൊക്കെ കേൾക്കും. ഇതൊക്കെ കേട്ടിട്ട് അവസാനം എന്ത് ചെയ്യും? മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് സുപ്രീം കോടതി 2 അംഗ ബെഞ്ചിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് ഈ കേസ് റെഫർ ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ആയിരിക്കും. ഓക്കെ, പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിന് വിധി വരിക. അത് നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. തമിഴ്നാട് ഇപ്പം നിയമമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബില്ലുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണറുടെ സൈനൊന്നും ഇല്ലാതെ ഒരു ഗവൺമെന്റ് ബില്ല് പാസ്സാക്കുന്നത്. അതെന്ത് സംഭവിക്കും അങ്ങനെയുള്ള ഇതിന്റെ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഈ 2 അംഗ ബെഞ്ചിന്റെ വിധിയൊക്കെ ഇനിയും ഇതുണ്ടാവാം. ഇനി വലിയൊരു ജുഡീഷ്യൽ വാറിലേക്കായിരിക്കും, കോൺഫ്ലിക്റ്റിലേക്കായിരിക്കും ഈ ഒരു കാര്യം പോകുന്നുണ്ടാവുക. ദിസ് ഈസ് ദ തിങ്. ഓക്കെ, ഇല്ല മുസിന, ഗവർണറും ഈ പറഞ്ഞ പോലെ പ്രസിഡന്റും അസെന്റ് ചെയ്യാതെ ബില്ലാവില്ല. ആക്ച്വലി ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗവർണർക്ക് ബില്ല് കൊടുത്തു, തമിഴ്നാട് ഗവർണർ അസെന്റ് ചെയ്യാൻ കൊടുത്തു. ഈ തമിഴ്നാട് ഗവർണർ എന്ത് ചെയ്തു? ഗവർണർമാർക്ക് ചില അധികാരങ്ങളുണ്ട് അല്ലെ. അസെന്റ് കൊടുക്കാം. ഹി മേ ഗിവ് അസെന്റ്, ഹി മേ വിത്ത്ഹെൽഡ് ഹിസ് അസെന്റ്, ഹി മേ റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ. 4മതൊരു പവർ കൂടിയുണ്ട്. എന്ത്? അണ്ടർ ദി ആർട്ടിക്കിൾ 200 പ്രസിഡന്റിനെ റെഫർ ചെയ്യുന്നു.
അല്ലെ? ഇവിടെ എന്താണ് പ്രസിഡന്റിനെ റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. പ്രസിഡന്റിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് ഗവർണർക്ക് പിന്നെ അവിടെ വലിയ റോളൊന്നുമില്ല. റോൾ ഇല്ല എന്നല്ല, റോളില്ല. പിന്നീട് പ്രസിഡന്റും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റും തമ്മിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? കുറെ കാലങ്ങളായിട്ടും പ്രസിഡന്റും യാതൊരുവിധ തീരുമാനം എടുക്കുന്നില്ല തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇപ്പൊ വിധി വന്നിട്ടുള്ളത് 3 മാസം കൊണ്ട് ഡിസിഷൻ എടുക്കണം എന്നാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടാവാം, ഇങ്ങനെ ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിയമമാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പൊ തല ഭയങ്കരമായിട്ട് പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വിധിയൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. മിക്കവാറും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് ഈ കേസ് റെഫർ ചെയ്യപ്പെടും. പിന്നീട് അറിയാലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വാദവും പ്രതിവാദവും ഒക്കെ കേട്ട് ഒരു തീരുമാനം വരുമ്പോഴേക്ക് ഇറ്റ് വിൽ അപ്പോഴേക്ക് നമ്മൾ സർവീസിലേക്ക് കയറണം. ഓക്കെ, സോ അവിടെ നിൽക്കട്ടെ. സോ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അല്ലെ? ആബ്സലൂട്ട് വീട്ടോ, സസ്പെൻസീവ് വീട്ടോ, പോക്കറ്റ് വീട്ടോ. റൈറ്റ്. ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, കൂടിപ്പോയാൽ എക്സാമിന് ചോദിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇന്ത്യയിൽ സിറ്റുവേഷൻ വീറ്റോ ആണോ? നിങ്ങളോട് എക്സാമിന് കൂടുതൽ കൂടി പോയി കഴിഞ്ഞാൽ ചോദിക്കാന് ഗവർണറുടെ പവർ ചോദിക്കും. ഓക്കെ, വീറ്റോ പവേഴ്സ്. പ്രസിഡന്റിന്റെ പവർ ചോദിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവർണർക്ക് ഏതൊക്കെ പവേഴ്സ് ആണുള്ളത്, ആർട്ടിക്കിൾസ് ചോദിക്കും. ഓക്കെ, ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന്. അല്ലാതെ സുപ്രീം കോടതിയുടെ വിധിയൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ, 2 അംഗ ബെഞ്ചിന്റെ വിധിയൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ എന്നാലും 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, പ്രസിഡന്റിനും ഗവർണർക്കും. ഒരിക്കലും ഇങ്ങനെ ഒരു വിധി വന്നാൽ തന്നെ ഒരിക്കലും ഇത് കേന്ദ്ര സർക്കാർ ഒരിക്കലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങളുള്ള വലിയൊരു ടോപ്പിക്കാണ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. റൈറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് പ്രസിഡന്റ് ഹാസ് നോ വീറ്റോ പവർ ഇൻ റെസ്പെക്ട് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ. കേട്ടോ, പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീറ്റോ പവേഴ്സും ഇല്ല. ജസ്റ്റ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ഒരു ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് പ്രസിഡന്റിന് വീറ്റോ അധികാരം ഇല്ല. ഹി ഹാസ് ടു ഗിവ് ഹിസ് അസെന്റ്. ഓക്കെ, നമുക്കിവിടെ ഗവർണറുടെ കാര്യം കൂടി ഒന്ന് സ്പീഡിലൊന്ന് കവർ ചെയ്യാം. ഓക്കെ, പ്രസിഡന്റ് വീറ്റോ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ലെ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ നമുക്കറിയാം, പ്രസിഡന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് ചില സർക്കംസ്റ്റൻസസിൽ ചില സിറ്റുവേഷനിൽ അധികാരമുണ്ട്. ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പാസ്സാക്കുന്ന ബില്ല് ആക്ട് ആവണമെങ്കിൽ ഗവർണർ ഒപ്പിടണം. അല്ലെങ്കിൽ ഗവർണർക്ക് ഇവിടെ കുറച്ച് സിറ്റുവേഷൻ ഉണ്ട് അല്ലെ? ഒന്നിക്കിൽ ഗിവ് അസെന്റ് സമ്മതം കൊടുക്കുക. ആർട്ടിക്കിൾ 200 ആണ് ഗവർണറുടെ ഈ ഒരു പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ വിത്ത് ഹെൽഡ് ഹിസ് അസെന്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹി ക്യാൻ റീകൺസിഡറേഷന് തിരിച്ചയക്കാം. ശ്രദ്ധിക്കുക, മണി ബില്ലിന് പറ്റൂലേ. പിന്നീട് ഈ 3 ഓപ്ഷനും പ്രസിഡന്റിനും അവൈലബിൾ ആണ്. പ്രസിഡന്റിന് അവൈലബിൾ അല്ലാത്ത ഒരു ഓപ്ഷൻ ആണ് അല്ലെ എന്ത്, 4മത്തേത്. ഗവർണർ എന്ത് ചെയ്യും, പ്രസിഡന്റിന് അല്ലെ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പാസ്സാക്കുന്ന ആക്ട് പ്രസിഡന്റിന് റെഫർ ചെയ്യും. ഇങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റിന് 3 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലെ? പ്രസിഡന്റിന് 3 ആൾട്ടർനേറ്റീവ്സ്.
ഗവർണർക്ക് 4 ആൾട്ടർനേറ്റീവ്സ് അല്ലെ. യെസ്. പ്രസിഡന്റ് ആർട്ടിക്കിൾ 201, ആർട്ടിക്കിൾ 200 ഗവർണർ, ആർട്ടിക്കിൾ 201 പ്രസിഡന്റ്. പ്രസിഡന്റിന് എന്ത് ചെയ്യാം? വിത്ത് ഗിവ് ഹിസ് അസെന്റ് അല്ലെ, സമ്മതം കൊടുക്കാം. സെയിം വിത്ത് ഹെൽഡ് ഹിസ് അസെന്റ് അല്ലെ, പിടിച്ചു വെക്കാം. പിന്നെന്താണ്? ഹി മേ ഡയറക്ട് ദ ഗവർണർ ടു റിട്ടേൺ ദ ബിൽ അല്ലെ, ഡയറക്ട് ദ ഗവർണർ ടു റിട്ടേൺ ദ ബിൽ. ബില്ല് തിരിച്ചയക്കാം അല്ലെ. ഇതാണ് 3 powers which is given to the president under article 201. പിന്നീട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? വീണ്ടും റീകൺസിഡർ ചെയ്തിട്ട് വീണ്ടും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല് അല്ലെ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് അല്ലെ, റീകൺസിഡറേഷൻ ചെയ്തു, പിന്നെയും ബില്ല് എന്ത് ചെയ്തു അല്ലെ, വിത്ത് ഓർ വിത്തൗട്ട് അമെന്റ്മെന്റ് വീണ്ടും പിന്നീട് ഗവർണർ അല്ല പ്രസിഡന്റുമായിട്ടാണ് പിന്നീടുള്ള പരിപാടികളൊക്കെ അല്ലെ. വൺസ് ഗവർണർ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗവർണർക്ക് യാതൊരുവിധ റോളും ഇല്ല. സോ ഇവിടെ റീകൺസിഡറേഷൻ പോയി കഴിഞ്ഞാൽ, റീകൺസിഡറേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ടു ഗിവ് ഹിസ് അസെന്റ്. ഓക്കെ, ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് കാണ്ട് ഓവർ റൈഡ്. ഓക്കെ, കാണ്ട് ഓവർ റൈഡ് ദ പ്രസിഡന്റ് വീറ്റോ പവർ. കേട്ടോ, പ്രസിഡന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഭരണഘടന ഒരു ടൈമിന്റെ അല്ലെ, ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. പ്രസിഡന്റ് ഇത്ര സമയം കൊണ്ട് ഡിസിഷൻ എടുക്കണമെന്നൊന്നും അല്ലെ. അപ്പൊ പ്രസിഡന്റ് ഇവിടെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ ബില്ല് എന്താ അനന്തരമായി ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകും. ഇതാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ കേസിൽ സംഭവിച്ചത്. വിച്ച് മീൻസ് ദ പ്രസിഡന്റ് അല്ലെ, പ്രസിഡന്റ് ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പ്രസിഡന്റ് ക്യാൻ യൂസ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കൂല അല്ലെ, കീശയിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കും. ഇമ്പോർട്ടന്റ്. ഇതാണ് ഈ ഒരു പിക്ചറാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലെ, നമുക്ക് പ്രസിഡന്റിന് 3 രീതിയിലുള്ള പവേഴ്സ് ഉണ്ട്. അപ്പൊ ഈ മൂന്നാമത്തേല് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ലാതെ ലോക്സഭ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് അല്ലെ, പാർലമെന്റിനാണ് റീകൺസിഡറേഷൻ അയക്കുന്നു. പാർലമെന്റിന് റീകൺസിഡറേഷൻ അയച്ചു. പാർലമെന്റ് ചെയ്തു വിത്ത് ഓർ വിത്തൗട്ട് അമെന്റ്മെന്റ് വീണ്ടും പ്രസിഡന്റിന് ഈ ബില്ല് കൊടുത്തു. ഈ സമയത്ത് പ്രസിഡന്റിന് ഗിവ് അസെന്റ് ആണോ അല്ലെ, പ്രസിഡന്റിന്റെ റോൾ എന്താണ് ഇവിടെ? പറഞ്ഞേ, രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. മനസ്സിലായോ? ഹി മസ്റ്റ് ഗിവ് അസെന്റ്. വെരി ഗുഡ് മുസിന, അസെന്റ് ചെയ്യണം അല്ലെ. റീകൺസിഡറേഷൻ വരി പ്രകാരം വന്നു കഴിഞ്ഞാൽ ഹി മസ്റ്റ് ഗിവ് ഹിസ് അസെന്റ്. ഇൻ കേസ് നമുക്ക് പറയാം പ്രസിഡന്റ് ഹാസ് നോ പോക്കറ്റ് വീറ്റോ പവർ, യെസ് അസെന്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് കറക്റ്റ് കാര്യം എന്താന്ന് മനസ്സിലായി അല്ലെ. തമിഴ്നാട് ഗവൺമെന്റിന് സംഭവിച്ചു, എന്ത് സംഭവിച്ചു, റീകൺസിഡറേഷൻ വരുന്നു, എന്ത് സംഭവിക്കുന്നു അല്ലെ. ദിസ് ഈസ് ഇനഫ്. റൈറ്റ്. അശ്വതി എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, വേഗം ചോദിച്ചോളൂ. സർ, പ്രസിഡന്റ് തിരിച്ചയച്ച് വീണ്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ബില്ല് അയച്ചാൽ സൈൻ ചെയ്യണ്ടേ? ഇല്ല, അതല്ല ഞാനിപ്പോ പറഞ്ഞത്. പ്രസിഡന്റ് തിരിച്ചയച്ച് വീണ്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ബില്ല് വീണ്ടും തിരിച്ചയച്ചു. പ്രസിഡന്റിന് സൈൻ ചെയ്യണോ ചെയ്യണ്ടേ? നത്തിങ് മാറ്റേഴ്സ്. പ്രസിഡന്റ് ഹാസ് പോക്കറ്റ് വീറ്റോ പവർ ഓൺ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നോ ആക്ഷൻ. നോ ആക്ഷൻ എടുത്താലും ഒരു പ്രശ്നവും ഇല്ല. മസ്റ്റ് അസെന്റ് അല്ല. അശ്വതി, ഡോൺ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതാണ് ലക്ഷ്മികാന്തിൽ പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് ദ തിങ്. ഇതാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് സംഭവിച്ചത്.
ഓക്കെ റൈറ്റ്, വി ക്യാൻ മൂവ്. അടുത്ത ഇതിലേക്ക് പോവാം. പിന്നീടുള്ളത് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ്. അപ്പോയിന്റിംഗ് പ്രൈം മിനിസ്റ്റർ നമ്മൾ ഇത് പാർലമെന്റിൽ പഠിക്കും, എന്നാലും ജസ്റ്റ് റീഡ് ചെയ്യുക. പ്രൈം മിനിസ്റ്റർ വെൻ നോ പാർട്ടി ഹാസ് മെജോറിറ്റി. ഡിസ്മിസിംഗ് മിനിസ്റ്റേഴ്സ് ഇഫ് ദേ ലൂസ് മെജോറിറ്റി. They refuse to resign. Return a bill for reconsideration. Expect the money bill. Vetoing a bill under certain condition. Then the constitutional position, nominal executive. He is bound by ministerial advice. President act on the advice, aid and the advice of the PM and Council of Ministers. 42, 44 Amendment Act made exception. Okay, right. Then കുറച്ച് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ, എക്സിക്യൂട്ടീവ് പവേഴ്സ്, ഇലക്ഷന്, പാർഡനിങ് പവേഴ്സ്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, 74, 75 കേട്ടോ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റും. പിന്നീടുള്ളത് കുറച്ച് പോയിന്റുകളാണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അവർ പ്രിലിംസ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് ആണ് ഫസ്റ്റ് പ്രസിഡന്റ്, 2 തവണ സെർവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഫിലോസഫർ പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നു. സക്കീർ ഹുസൈൻ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്. വി ഗിരി ഓൺലി ആക്ടിംഗ് പ്രസിഡന്റ് ടു ബി ഇലക്ടഡ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് PYQ ആണ് പ്രൊക്ലൈംഡ് എമർജൻസി. നീലം സഞ്ജീവ റെഡ്ഡി യങ്ങസ്റ്റ് പ്രസിഡന്റ് അല്ലെ. ആർട്ടിക്കിൾ ബൈഹാർട്ട് ചെയ്യാൻ ടിപ്പുണ്ടോ? ആർട്ടിക്കിൾ ബൈഹാർട്ട് ചെയ്യാൻ ടിപ്പൊന്നുമില്ല. ഓക്കെ, ടിപ്പ് നിങ്ങളുടെ രീതിയിൽ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂമോണിക്സ് ഒക്കെ ആക്കിയിട്ട്. ജിയാനി സെയിൽ സിംഗ് ഫസ്റ്റ് സിഖ് പ്രസിഡന്റ്. ആർ വെങ്കട്ടരാമൻ ഓൾഡസ്റ്റ് പ്രസിഡന്റ്. APJ അബ്ദുൽ കലാം പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെട്ടു. പ്രതിഭ പാട്ടീൽ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. രാംനാഥ് കോവിന്ദ് സെക്കൻഡ് ദളിത് പ്രസിഡന്റ്. ദ്രൗപദി മുർമു എന്നാണ് ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ്, ഇപ്പം നിലവിൽ നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. സോ ദിസ് ഈസ് ദി കൺക്ലൂഷൻ. സോ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി വാണ്ട് ടു മൂവ് ടു ദി 15th പ്രസിഡന്റ്, ഗവർണർ. സോ നൗ ഗവർണർ ടോപ്പിക് ആണ് അല്ലെ. സ്പീഡിൽ റിവിഷൻ ചെയ്തു പോവാ. റൈറ്റ്, ഗവർണർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ envisages സെയിം പാറ്റേൺ ഓഫ് ഗവർണർ ഇൻ ദ സ്റ്റേറ്റ് അല്ലെ. സെൻട്രൽ എന്താണോ ഉള്ളത് അതിന്റെ എക്സാക്ട് കോപ്പിയാണ് അല്ലെ. പ്രസിഡന്റിന്റെ എക്സാക്ട് കോപ്പി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പ്രസിഡന്റിന്റെ കുറെ കാര്യങ്ങൾ ഗവർണർക്ക് സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ. നമ്മൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദിസ്. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ പാർട്ട് 6 കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അല്ലെ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ട്? ഫസ്റ്റ് വൺ ഗവർണർ, CM, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ് ജനറൽ അല്ലെ. ഇത്രയും പേരാണ് ഉള്ളത്, 4 പേരാണ്. അതെ, നമ്മുടെ വൈസ് ഗവർണർ ഒന്നുമില്ല, ഗവർണർ മാത്രമേ ഉള്ളൂ. ഗവർണർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് അല്ല. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച സെയിം കാര്യം തന്നെ. എക്സിക്യൂട്ടീവ് നോമിനേറ്റ് അല്ല, എക്സിക്യൂട്ടീവ് മറ്റേ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, എക്സെട്ര എക്സെട്ര. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1956 എന്ത് ചെയ്തു അല്ലെ. ഒരു പേഴ്സണിനെ തന്നെ 2 അല്ലെങ്കിൽ 3 സ്റ്റേറ്റിന്റെ ഗവർണർ ആക്കി നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് വരെ എന്താണ്, ഒരു സംസ്ഥാനത്തിന് ഒരു ഗവർണർ മാത്രമായിരുന്നു. ഈ അമെന്റ്മെന്റ് പ്രകാരം ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ 2 സംസ്ഥാനത്തിന് 3 സംസ്ഥാനത്തിന് ഒരു ഗവർണർക്ക് ഗവർണർ ആവാൻ പറ്റും. അമെന്റ്മെന്റ് ഓർത്തിരിക്കുക. അശ്വതി. ദ ഗവർണർ, വീണ്ടും ഇതൊക്കെ സിമ്പിൾ ആണ്. ഗവർണറിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നതല്ല. ഗവർണർക്ക് അല്ലെ ഒരു ഇലക്ട്രൽ കൊളീജിയം ഇല്ല. ഗവർണറിനെ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹാൻഡ് ആൻഡ് സീൽ. ശ്രദ്ധിക്കല, പ്രസിഡന്റിന് ഒന്നുമില്ലെങ്കിലും ഒരു ഇലക്ട്രൽ കോളേജും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗവർണർ എന്ന് പറഞ്ഞാൽ വെറും എന്ന് പറയാൻ പറ്റില്ല. ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഹൗഎവർ ഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ എലക്ടഡ് അല്ല അല്ലെ. പ്രസിഡന്റ് ഇൻഡയറക്ട്ലി ഇലക്ടഡ് ആണ്, പക്ഷെ ഗവർണറുടെ കേസിൽ ഈസ് നോട്ട് ഇൻഡയറക്ട്ലി ഇലക്ടഡ്. പിന്നീട് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഉണ്ട്. ഗവർണർ ഈസ് നോട്ട് ദി എംപ്ലോയ്മെന്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്നൊക്കെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. റൈറ്റ്.
The draft constitution provided for the direct election. Okay, highlight ചെയ്തിട്ടുണ്ട് PDF highlight ചെയ്തുകൊണ്ട് തന്നെ. Okay, that is important. Direct election of the governor on the base of the adult franchise. But the constitutional അല്ലെ, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ മേക്കേഴ്സ് എന്ത് ചെയ്തു, ഗവർണറെയും നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം ഇലക്ട് ചെയ്യാൻ അല്ലെ, അതായത് ഈ ചീഫ് മിനിസ്റ്ററെ ഇലക്ട് ചെയ്യുന്ന അതേ മാതൃകയിൽ തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ഗവർണറുടെയും ഇലക്ട് ചെയ്യേണ്ടതെന്നൊക്കെയായിരുന്നു ആദ്യം നമ്മുടെ മേക്കേഴ്സ് ഐഡിയ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗവർണറും ചീഫ് മിനിസ്റ്ററും രണ്ടുപേരും ഇലക്ട് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കാം, പ്രശ്നങ്ങൾ ഉടലെടുക്കാം അല്ലെ, രണ്ടുപേരും ഒരേ രീതിയിൽ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമാവുമ്പോ അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നൗ നമ്മൾ ഈ ഒരു പ്രസന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവാണ് ചെയ്തത്. അതിന് കുറെ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യു ഹാവ് ടു റീഡ് ഇറ്റ്. സർ, ഗവർണർ യൂണിറ്ററി ഫീച്ചർ ആണോ അതോ ഫെഡറൽ ഫീച്ചർ ആണോ? ഗവർണർ, അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ഗവർണർ ഒന്ന് ആലോചിച്ച് നോക്കൂ സിനാൻ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ഗവർണർ യുണൈറ്ററി ഫീച്ചർ, യുണൈറ്ററിയും നോൺ യുണൈറ്ററിയും ഫെഡറലും. ബിവൈക്ക് പറഞ്ഞു അല്ലെ, യുണൈറ്ററിയും നോൺ യുണൈറ്ററി അല്ലെങ്കിൽ ഫെഡറൽ നമുക്ക് പറയാം. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. യുണൈറ്ററി എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, ഏകാധിപത്യം എന്ന് പറയാൻ പറ്റില്ല, അത് ഓട്ടോക്രാറ്റിക് ആണ്. അതേപോലെ നിങ്ങൾ ആലോചിക്കുക, അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ഗവർണർ സ്റ്റേറ്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ഗവർണർ സ്റ്റേറ്റിന് എന്തെങ്കിലും അല്ലെ, നമുക്ക് പറയാം യൂണിറ്ററി ഫീച്ചർ ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഡൗട്ട് വരുമ്പോ ഇങ്ങനെ ആലോചിക്കുക, ഉത്തരത്തിലേക്ക് എത്തുക. The constitution laid down two qualifications. He should be an Indian. He should be attained the age of 35. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രസിഡന്റിനുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിന് പുറമെ ഗവർണറുടെ കേസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വ്യക്തി ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളായിരിക്കണം, ഈ വ്യക്തി ഈ ലോക്കൽ പൊളിറ്റിക്സിൽ കുറെ കാലമായിട്ട് ഇടപെടാത്ത ഒരാളായിരിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യണം, ചീഫ് മിനിസ്റ്ററോട് കൺസെന്റ് ചോദിക്കണം എന്നൊക്കെ നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫോളോ ചെയ്യപ്പെടുന്നില്ല. മനസ്സിലായോ? ഒരു ചീഫ് മിനിസ്റ്ററോടും കൺസെന്റും കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല കറന്റ്ലി, റൈറ്റ്? ദെൻ ഓക്കെ, സെയിം കണ്ടീഷൻ ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ലെയ്ഡ് ഡൗൺ ഫോളോയിങ് കണ്ടീഷൻ. He should not be member of either house of the parliament or state legislature. Okay, പ്രസിഡന്റിന്റെ കേസിലുണ്ട്. He should not be a member of either house of the parliament or state legislature. He should not hold any office of profit. He is entitled അല്ല രാജ്ഭവൻ, emoluments, etc. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ജസ്റ്റ് റീഡ് ചെയ്യുക, ജസ്റ്റ് ലീവ് ഇറ്റ്. അല്ല, ടേം ഓഫ് ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, പ്രസിഡന്റിന്റെ കേസിൽ 5 വർഷമുണ്ട് അല്ലെ. പക്ഷെ ഗവർണറുടെ കേസിൽ എത്രയാണ്, ടെന്യർ എത്രയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗവർണറുടെ ടെന്യർ എത്രയാണ്? നോട്ട് ഫിക്സഡ്. യെസ് ബിവൈക്ക് നോട്ട് ഫിക്സഡ് ആണ്. പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഫിക്സഡ് അല്ല, നോട്ട് ഫിക്സഡ് ആണ് കേട്ടോ. പ്രസിഡന്റിന്റെ പ്ലഷർ ആണ്. ഒന്ന് ആലോചിക്കുക കേട്ടോ, ഒറ്റ വരി ആലോചിച്ചാൽ മതി, ദാറ്റ്സ് ഇനഫ്. പിന്നീട് നമ്മൾ ഈ പ്രസിഡന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓക്കെ, എ ഗവർണർ ക്യാൻ ഹോൾഡ് ഓഫീസ് ബിയോണ്ട് ഹിസ് ടേം ഓഫ് 5 years until his successor assume charge. ഓക്കെ, സെയിം എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ, ഫിനാൻഷ്യൽ പവേഴ്സ്, സെയിം കാര്യം. നിങ്ങൾ വായിച്ചു നോക്കിയേ, പ്രസിഡന്റിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവിടെ UPSC ആകുമ്പോ ഇവിടെ SPSC അല്ലേ? ജസ്റ്റ് നല്ല ചോക്കൂ. ഇവിടെ എന്താണ്, അപ്പുറത്ത് അറ്റോർണി ജനറൽ ആകുമ്പോ ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ അല്ലെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, എക്സെട്ര. ഇതൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ളതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. Chancellor of universities, Vice Chancellor of universities, etc. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗവർണറിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഫിനാൻഷ്യൽ പവേഴ്സ്, he seeks the annual financial statement, money bill, prior recommendation is needed, same. Constituted finance commission, same. Yes.
ദർ ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പ്രസിഡന്റ് ആൻഡ് വീറ്റോ പവർ. പ്രസിഡന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വീറ്റോ പവറിന്റെ കമ്പാരിസൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, സം ആർട്ടിക്കിൾസ് പഠിക്കാം കേട്ടോ. ആർട്ടിക്കിൾസ് എന്തായാലും പഠിക്കണം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇൻഫാക്ട് അഗെയിൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മോസിന, ആദർശ്, ജി പി, അഗെയിൻ ഞാൻ ഡിസ്കസ് ചെയ്യണം. ഇത് നമ്മളിപ്പം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. യു ക്യാൻ സീ ഇറ്റ്. നോ സർ, നോയിക്കോ. വിത്ത് റിഗാർഡ് ടു ഓർഡിനറി ബിൽ, പ്രസിഡന്റിന്റെ പൊസിഷൻ, ഗവർണർ. ഓക്കെ, എവറി ഓർഡിനറി ബിൽ പാസ്ഡ് ബൈ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് either sitting jointly presented to the president for his assent. അല്ലെ, പ്രസിഡന്റിന് അസെന്റ് ചെയ്യപ്പെടാം. അല്ലെ, ജോയിന്റ് സിറ്റിംഗിന്റെ പ്രൊവിഷൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു ബില്ല് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ 3 അസെന്റ്, പ്രസിഡന്റിന്റെ കേസിൽ 3 അസെന്റ്, ഗിവ് അസെന്റ്, വിത്ത് ഹെൽഡ് ഹിസ് അസെന്റ്, അല്ലെ, ഫോർ റീകൺസിഡറേഷൻ. അല്ലെ, he may return the bill for reconsideration if the bill is passed by both the houses again with or without amendment present to president for his assent. The president must give his assent. Thus president only enjoy a suspensive veto in case of parliament, not a pocket veto. നമ്മൾ ഡിസ്കസ് ചെയ്തിപ്പോ ഇതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ബില്ല് പാസ്സായി, ഗവർണർക്ക് 4 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പക്ഷെ പ്രസിഡന്റിന് 3 ഉള്ളൂ. ഗിവ് അസെന്റ്, വിത്ത് ഹെൽഡ് ഹിസ് അസെന്റ്, റിട്ടേൺ ബിൽ ഫോർ റീകൺസിഡറേഷൻ. he may reserve the bill for reconsideration of the president. ഓക്കെ, സെയിം എല്ലാം സെയിം ആണ് കേട്ടോ. വീണ്ടും ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബില്ല് റിട്ടേൺ ചെയ്തു, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇങ്ങോട്ടേക്ക് ചെയ്തു. ആ സമയത്ത് എന്താണ്, ഗവർണർ മസ്റ്റ് ഗിവ് ഹിസ് അസെന്റ്. ഗവർണർക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാതെ എന്ത് റിസർവ് അല്ല പ്രസിഡന്റിനും അയക്കാം. പ്രസിഡന്റിന് അയക്കുന്ന സമയത്താണ് നമ്മളിപ്പോ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. യു ജസ്റ്റ് റീഡ് ഇറ്റ് അഗെയിൻ, ഐ എം നോട്ട് റിപ്പീറ്റിംഗ്. ഓക്കെ, സോ പ്രസിഡന്റ് ഈസ് ഓവർ. ദെൻ വൈസ് പ്രസിഡന്റും, വൈസ് പ്രസിഡന്റ് ഇസ് ദ സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ് ഇൻ ദ കൺട്രി. പ്രസിഡന്റിന്റെ തൊട്ട് താഴെ അല്ലെ. യെസ്, അഗെയിൻ വൈസ് പ്രസിഡന്റ് അല്ലെ. വൈസ് പ്രസിഡന്റും ഇലക്ടറൽ കോളേജും. വൈസ് പ്രസിഡന്റിന്റെ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയുണ്ട്? അഗെയിൻ ഗിവ് മീ ദി ആൻസർ. അല്ലെ, ഇലക്ടറൽ കോളേജ് വെരി ഇമ്പോർട്ടന്റ്. പ്രസിഡന്റിനെ പോലെയല്ല വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഒരു കാര്യം, ഈസ് നോട്ട് ഇലക്ടഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ, ഈസ് ഓൾസോ ഇലക്ടഡ് ബൈ ഇൻഡയറക്ട് മെത്തേഡ്. അല്ലെ, യെസ്, ബോത്ത് ഇലക്ടഡ്. അല്ലെ, ആരൊക്കെയാണ്? ബോത്ത് ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. No state legislative assemblies representation. അല്ലെ, ഇവിടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അല്ലെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്ന് മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആയില്ലേ? എന്ത് വ്യത്യാസമുള്ളത്? അങ്ങനെ ആലോചിച്ചാ പോരെ. അല്ലെ, അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്ന് ആരും ഇല്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആയി, രണ്ടാളും ഒരേപോലെ ആയില്ലേ? അല്ലെ, സോ അങ്ങനെ ആലോചിച്ചാൽ മതി. ദർ ഇസ് നോ റെപ്രസെന്റേഷൻ ഫ്രം ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദ പ്രസിഡന്റ് ഈസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് പവർ. വൈസ് പ്രസിഡന്റിന് election held in accordance with the system of proportional representation by means of single transferable vote. Voting is done by secret ballot. കേട്ടോ, സെയിം ലൈക്ക് പ്രസിഡന്റിന്റെ അല്ല പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, രാജ്യസഭ. ഇത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ടറൽ കോളേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്വാളിഫിക്കേഷൻ, he should be a citizen of India, he should be completed 35 years, he should be qualified for the election of member of Rajya Sabha. Important അല്ലെ. പ്രസിഡന്റിന്റെ കേസ് ആണെങ്കിൽ ലോക്സഭയാണ് അല്ലെ. നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ അല്ലെ. പാർലമെന്റിൽ നമ്മൾ പഠിക്കും. പാർലമെന്റിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന തന്നെയാണ്. he should not hold any office of profit under union or state. നമ്മൾ പ്രസിഡന്റ് എന്നുള്ള ടോപ്പിക് വളരെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ
ഗവർണറും വൈസ് പ്രസിഡന്റും നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെ? സോ കമ്പയർ ചെയ്ത് പഠിക്കുക. പ്രസിഡന്റ് പഠിക്കുമ്പോൾ ഗവർണറെയും പഠിക്കുക, കൂടെ വൈസ് പ്രസിഡന്റിനെയും പഠിക്കുക. സിമ്പിൾ, സെയിം തിങ്, എക്സാക്ട്ലി. നിങ്ങൾ നോക്കൂ, എല്ലാ വരികളും അതേപോലെയാണ്. നോട്ട് ഇമ്പോർട്ടന്റ്. ഓത്ത് ആൻഡ് അഫർമേഷൻസ്, പിന്നീട് ഓഫീസ് ഓഫ് ദ കണ്ടീഷൻസ്. ഈ ഷുഡ് നോട്ട് ബി മെമ്പർ ഓഫ് ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അല്ലെ? പ്രസിഡന്റിന്റെ കേസിലും ഗവർണറുടെ കേസിലും ഇതേ സെന്റൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. Term and vacancy. The vice president holds office for a term of 5 years. However, he can resign from his office at the time. Resignation letter കൊടുക്കുന്നത് പ്രസിഡന്റിനാണ്. ശ്രദ്ധിക്കുക, പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ വൈസ് പ്രസിഡന്റും, വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ പ്രസിഡന്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. He can be removed from the office before the completion of his term. Same again. Formal impeachment is not required for his removal. ഇവിടെ എന്താണ്, നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, വിഷുവാണല്ലോ അല്ലെ, പടക്കം പൊട്ടുന്നുണ്ട്. A formal impeachment is not required for his removal. He can be removed by a resolution passed by majority of all the members of Rajya Sabha and then agreed by Lok Sabha. അല്ലെ, രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് അത് ലോക്സഭ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഹി ഈസ് റിമൂവ്ഡ്. പക്ഷെ പ്രസിഡന്റിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് മനസ്സിലാക്കുക. ദിസ് മീൻസ് ദാറ്റ് this resolution should be passed by Rajya Sabha by an effective majority and in Lok Sabha by simple majority, അല്ലെ? നമ്മൾ പ്രസിഡന്റിന്റെ കേസ് പഠിക്കുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യം ഉണ്ടായിരുന്നു ഇൻ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. പക്ഷേ രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സായി, ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിന്റെ സീറ്റ് തെറിച്ചു. വൈസ് പ്രസിഡന്റിന് അത്ര ഒരു ടെന്യർ അല്ലെങ്കിൽ ഒരു ഇത് കിട്ടുന്നില്ല, അല്ലെ? സെക്യൂരിറ്റി കിട്ടുന്നില്ല. It must be noted here that the effective majority in India is only a type of special majority, not a separate one. Okay, special majority നമ്മൾ പഠിച്ചല്ലോ, സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റിയിലെ വൺ ഓഫ് ദ ടൈപ്പ് ആണ് ഈ എഫക്റ്റീവ് മെജോറിറ്റി. ഓക്കെ, 14 ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കണം പ്രസിഡന്റിന്റെ. ഇതുള്ള പോലെ തന്നെ അഡ്വൈസ് നോട്ടീസ്. നോട്ടബ്ലി no ground has been mentioned in the constitution for his removal. The vice president can hold office beyond his term of 5 years until his successor assumes charge, similar like president and vice president. പിന്നെ ഓഫീസിൽ വരുന്ന വേക്കൻസി നമ്മൾ ഓൾറെഡി പ്രസിഡന്റിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തു, അല്ലെ? വേക്കൻസി വരുന്ന സമയത്ത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ്. ഈ ആക്ട് ആസ് ആൻ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ഇൻ ഹിസ് കപ്പാസിറ്റി എലിജിബിൾ ഫോർ റീ ഇലക്ഷൻ. യെസ്. ഒരു ക്വസ്റ്റ്യൻ, അമേരിക്കയിലെ ഒരാൾക്ക് എത്ര തവണ പ്രസിഡന്റ് ആവാൻ പറ്റും അറിയാമോ? 2 times, അല്ലെ? 2 times ആയി കഴിഞ്ഞാൽ പിന്നീട് ആവാൻ പറ്റില്ല. യെസ്, 2 times. ഒബാമയൊക്കെ അടുപ്പിച്ച് 2 തവണയായി ആവാൻ പറ്റിയില്ല. ഇന്ത്യയിൽ എത്രയാണ്? ഇന്ത്യയിൽ എത്ര തവണ ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റും? നോ ലിമിറ്റ്. വെരി ഗുഡ്, നോ ലിമിറ്റ്. അതാണ് വ്യത്യാസം. നോ ലിമിറ്റ്, ഇൻഡെഫിനിറ്റ് മോശം, എത്ര വേണമെങ്കിലും ആവാം. He acts as a president when the vacancy occurs in the office of the president due to resignation, impeachment, death. Otherwise, he can act as a president only for 6 months. അല്ലെ, നമ്മൾ പഠിച്ചില്ല ഇതൊക്കെ, അല്ലെ? We have already learned it. While acting as a president or discharging the function, president or vice president does not perform the duties of office of chairman of Rajya Sabha. നോക്കുക, അല്ലെ? പ്രസിഡന്റിന്റെ ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസ് ചെയ്യുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് എന്താണ്? ലോക്സഭ ചെയർമാൻ അല്ല, ലോക്സഭയല്ല, രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ടില്ല, അല്ല? ഹി ഡസ് നോട്ട് പെർഫോം ബിക്കോസ് പ്രസിഡന്റിന്റെ ജോലി ചെയ്യാനുണ്ടാവല്ലോ. പ്രസിഡന്റിന്റെ ജോലി ചെയ്യാനുള്ള ഒരാൾ വൈസ് പ്രസിഡന്റിന്റെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ആ സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ കാര്യങ്ങൾ നോക്കും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോട്ട് ഫിക്സ്ഡ് എനി എമോൾമെന്റ് വൈസ് പ്രസിഡന്റ്. ഓക്കെ, എമോൾമെന്റ്സ് ഒന്നും ഒരിക്കലും PSC ചോദിക്കില്ല. അമേരിക്കനും ഇന്ത്യനും വൈസ് പ്രസിഡന്റിന്റെ കമ്പാരിസണും നോട്ട് ഇമ്പോർട്ടന്റ്, ഒരിക്കലും നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. ദിസ് ഈസ് ദി ആർട്ടിക്കിൾസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതില് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വൺസ് അഗൈൻ ഐ ആം സേയിങ്. ഒന്ന്, ഇലക്ട്രൽ കോളേജ്. ഓക്കെ, രണ്ടുപേരുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രോപ്പറായി പഠിക്കുക. ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരിക. പിന്നെ ഗവർണർ. ഓക്കെ, ഗവർണർ എന്താന്നുള്ള കാര്യം നമുക്കറിയാം, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ആണ്. പിന്നീട് പ്രസിഡന്റിനെയും ഗവർണറുടെയും
ഒരുമിച്ച് പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. കാര്യം പ്രസിഡന്റിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഗവർണറിനുള്ളത്, അതേ കാര്യങ്ങൾ കുറെ തന്നെയാണ് വൈസ് പ്രസിഡന്റ് ഉള്ളത്, വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ PDF പ്രിപ്പയർ ചെയ്യാത്തത്. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ലക്ഷ്മികാന്ത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തേന്നുള്ളൂ. ലക്ഷ്മികാന്തിന്റെ PDF ഗ്രൂപ്പിൽ ഇടാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. പ്രസിഡന്റിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആൻഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. അടുത്ത ദിവസത്തെ ടോപ്പിക് അതുകൂടി ഞാൻ പറയട്ടെ. ഓക്കെ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ. അടുത്ത ഡേ 6 ഓഫ് പോളിറ്റി. നമുക്കിത് വേഗം തീർക്കണം കേട്ടോ. നൗ യു ഹാവ് ടു കംപ്ലീറ്റ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഞാനിത് ഗ്രൂപ്പിൽ ഇടാം, എന്നാലും പറയുന്നതേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, COM, ക്യാബിനറ്റ് കമ്മിറ്റീസ്. കുറച്ച് വലിയ ടോപ്പിക്കാണ്, ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, ഇത് മൂന്നുമാണ് പഠിക്കേണ്ടത്. ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രസിഡന്റ്, ഗവർണർ പഠിച്ചില്ലേ, അതേപോലെ ഒന്ന് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, അതേപോലെ തന്നെയാണ് കുറെ കാര്യങ്ങൾ. ആർട്ടിക്കിൾസ് ഒക്കെ മാറുന്നതേ ഉള്ളൂ. ഇപ്പുറത്തെ 74 ആകുമ്പോൾ ഇപ്പുറത്തെ 163. അതേപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, സോറി സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ല, ഇമ്പോർട്ടന്റ് ഏരിയ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ഇനി പഠിക്കേണ്ടത് നാളത്തെ ടാർഗറ്റ് പ്രധാനമന്ത്രി, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റീസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾസ് കൂടുമ്പോൾ മറക്കും. അത് റിവിഷൻ ചെയ്യണം. പ്രധാനമന്ത്രി പഠിക്കുമ്പോൾ ചീഫ് മിനിസ്റ്ററെ കുറിച്ച് പഠിക്കണം. ഇപ്പം പ്രസിഡന്റ്, ഗവർണർ പഠിച്ചല്ലോ, സെയിം. സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കണം. പിന്നീട് ക്യാബിനറ്റ് കമ്മിറ്റീസിനെ കുറിച്ച് പഠിക്കണം. ഇതാണ് നിങ്ങളുടെ ഡേ 6 ടാർഗറ്റ്. ഓക്കെ, ഞാനിത് ടാർഗറ്റ് പോസ്റ്റ് ചെയ്യാം. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ്, ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ഇമ്പോർട്ടന്റ് ഏരിയാസ്: പ്രസിഡന്റ്, ഗവർണർ, വൈസ് പ്രസിഡന്റ്. ഓക്കെ, വിഷുവിന്റെ പടക്കം പൊട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ: ആർട്ടിക്കിൾസ്, 3 പേരുടെയും ആർട്ടിക്കിൾസ് പഠിക്കണം. ഇലക്ട്രൽ കൊളീജ് 2 പേരുടെ പഠിക്കണം. ഓക്കെ, പ്രസിഡന്റ്, ഗവർണർക്കില്ല, വൈസ് പ്രസിഡന്റ് പഠിക്കണം. പിന്നീട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, ലെജിസ്ലേറ്റീവ്, മിലിറ്ററി എക്സെട്ര പവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതന്നെ. ദാറ്റ് ഈസ് ഇനഫ്. ഞാൻ കൺസിഡർ ചെയ്ത് തരുന്ന PDF ഉണ്ടല്ലോ, അതെന്തായാലും പഠിക്കാം. എക്സാം പെർസ്പെക്റ്റീവിലുള്ള PDF ആണ്. സോ നമുക്ക് ഇത്ര മതി. നാളെ എന്തായാലും ലീവ് ആയിരിക്കും കേട്ടോ. നാളെ എന്തായാലും വിഷു ആയിരിക്കുമല്ലോ. സോ നാളെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ എന്തായാലും നിങ്ങൾക്ക് ഓഫ് ആയിരിക്കും. സോ മറ്റന്നാളെ നമുക്ക് ക്ലാസ് വെക്കാം. മറ്റന്നാളെ ക്ലാസ് വെക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു റീഡ് ഇലക്ട്രൽ കോളേജ് അല്ല, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റീസ്. ഇത് മൂന്നും നിങ്ങൾ പഠിക്കണം. ഒരു വലിയ ടോപ്പിക്കാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇപ്പൊ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് തരാം. ബിഫോർ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇത് റീഡ് ചെയ്യണം. ദാറ്റ് ഈസ് മസ്റ്റ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ, ലക്ഷ്മികാന്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പഠിച്ചു തീർക്കാം. നോ വെറി. സോ നമുക്ക് ഇന്ന് ഇത്ര മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു, ഹാപ്പി വിഷു. ഓക്കെ, ഒരു ദിവസം ബ്രേക്ക് എടുക്കുക. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രം ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് കൂടിപ്പോകാൻ പാടില്ല, ബിക്കോസ് എക്സാം ഈസ് നിയർ. സോ നാളെ, മറ്റന്നാളെ മാക്സിമം 1 ഡേ എടുക്കുക, മാക്സിമം 2 days എടുക്കുക. ഐ പ്രിഫർ ഓൺലി ടേക്ക് 1 day. ഓക്കെ, ഒരു ദിവസം ബ്രേക്ക് എടുക്കുക, അഗെയിൻ കം ബാക്ക്. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹാപ്പി വിഷു, കീപ് ലേണിംഗ്, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.